സ്വാഗതം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക്. ജാതി വിവേചനത്തിന്റെയും ഹിംസയുടെയും വർത്തമാനകാലത്തും നീളുന്ന ചരിത്രത്തെ മറച്ചുപിടിക്കാൻ ഗുരുവിനെയും ബുദ്ധനെയും ഒക്കെ തരാതരം പോലെ ഉപയോഗിക്കുന്ന സംഘപരിവാറിനേക്കാളും മോശം കാഴ്ച ഈ കാലത്തിന് കാണേണ്ടി വന്നിട്ടുണ്ടാകില്ല. ബ്രാഹ്മണ്യ വ്യവഹാരങ്ങളും വേദപാരമ്പര്യവുമാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ സനാതനം ജാതിയിലും വർണ്ണത്തിലും അധിഷ്ഠിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ എതിർത്ത നാരായണ ഗുരുവാണ് ഇന്നിന്റെ ഹിന്ദുത്വയുടെ സനാതനധർമ്മ ഐക്കൺ. ഗുരു എതിർത്ത ഈ സനാതനധർമ്മത്തിന്റെ അവകാശം പേരിറങ്ങിയ ഒരു കൂട്ടരെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ചിത്പവൻ ബ്രാഹ്മണർ. ആ സനാതനധർമ്മികളുടെ പാരമ്പര്യം പേറിയ ഒരാളായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. ആ പാരമ്പര്യത്തിൽപ്പെട്ട മറ്റൊരാളായിരുന്നു വി.ഡി. സവർക്കർ. ഗോഡ്സെയും സവർക്കറും പേറിയ സനാതനധർമ്മത്തിന്റെ ആശയം ഗുരുവിൽ കണ്ട സംഘപരിവാർ ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഗുരുവിനെ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. സൂര്യനെ പാഴ്മുറം കൊണ്ട് മറയ്ക്കാനാകില്ലെന്ന തിരിച്ചറിവിനാലാകണം ഹിന്ദുത്വയുടെ രാഷ്ട്രീയ യുക്തിയുടെ മറയായി ഉയർത്തിപ്പിടിച്ചിരുന്ന ഗുരു പൊടുന്നനെ റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതും ഗുരുജയന്തി BJP ആഘോഷിക്കേണ്ടതല്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നതും. മനുഷ്യവംശത്തോളം നിലനിൽക്കാൻ യോഗ്യമായ ചില മൂല്യങ്ങളെ മാത്രം മതങ്ങളിൽ കണ്ട ഗുരു ശൂദ്രന്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ പ്രതീകമേ അല്ല എന്ന് മാത്രമല്ല, ഏകലോക സാഹോദര്യത്തെ ഉദ്ഘോഷിച്ച ഗുരു സംഘപരിവാറിന്റെ തൊഴുത്തിൽ കേട്ടേണ്ട മൂല്യച്യുതി സംഭവിച്ചയാളുമല്ല. നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുന്ന കാലത്തിൽ നിന്നും ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെയാക്കാൻ ശ്രമിക്കുന്നവർക്ക് മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന് പഠിപ്പിച്ച് അപരോന്മുഖമായ മാനുഷിക തത്വത്തെ പരുവപ്പെടുത്തിയ ഗുരുവിനെ ഉദ്ധരിക്കാൻ തന്നെ എന്ത് യോഗ്യത! നാരായണ ഗുരു ഒരു ഒറ്റയടിപ്പാതയായിരുന്നില്ല. പക്ഷേ ഗുരു തെളിച്ച പാതയിൽ ചിന്ത കൊണ്ടോ കർമ്മം കൊണ്ടോ നടക്കാത്തവർ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുന്നതിന് മുൻപ് ഗുരു എതിർത്ത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന രാമായണ വാചകത്തിന്റെ അർത്ഥം കൂടി വ്യാഖ്യാനിച്ചു നൽകണം. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ KT കുഞ്ഞിക്കണ്ണൻ, പ്രിൻറ്റു മഹാദേവ BJP നേതാവ്, ഡോക്ടർ TS ശ്യാംകുമാർ സാമൂഹിക നിരീക്ഷകൻ എന്നിവരാണ്. അത് ഞാൻ ശ്രീ KT പോകുകയാണ്. KT, ഒരു കാലത്ത്, അതായത് അധികം മുൻപല്ല, ഈ വർത്തമാനകാലത്ത് തന്നെ ബുദ്ധനായിക്കോട്ടെ, ഗുരുവായിക്കോട്ടെ, അംബേദ്കർ ആയിക്കോട്ടെ, ഇതൊക്കെയും ഹിന്ദുത്വയുടെ അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഐക്കണുകളായി മാറുന്ന ഒരു കെട്ടകാലം. അതിനെ നമ്മളെല്ലാവരും കണ്ടിരുന്നു. അതിനെ വളരെ ജാഗ്രതയോടെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമൂഹം. പക്ഷേ അവിടെ നിന്നും റിപ്പബ്ലിക് ദിന പരേഡിൽ നാരായണ ഗുരു ഒരു കേരളത്തിന്റെ ഐക്കണായി വരുന്ന സമയത്ത് അത് ആകെ മൊത്തത്തിൽ അത് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നുമാണ് ഇന്നിപ്പോൾ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട് അത് OBC മോർച്ച ആഘോഷിക്കേണ്ട, ആചരിക്കേണ്ട, ഓർക്കേണ്ട പരിപാടിയെ ചുരുങ്ങുന്നിടത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഗുരുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് സംഘപരിവാറിന് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഘപരിവാർ അഷിത ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രങ്ങളിൽ ബ്രാഹ്മണ വ്യവഹാരത്തിൻ്റെതായ സനാതനധർമ്മം എന്നവർ വിവക്ഷിക്കുന്ന ധർമ്മശാസ്ത്രങ്ങളിൽ അഭിരമിക്കുന്നൊരു പ്രസ്ഥാനമാണ്. 1888 ഈ ബ്രാഹ്മണ്യത്തിൻ്റെ വിഗ്രഹപ്രതിഷ്ഠാ സംബന്ധിയായ സംസ്കൃത യാഗവിധികളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗുരു അരുവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത്. ഗുരു വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ ബ്രാഹ്മണ്യത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ വാൽമീകങ്ങളിൽ കഴിയുന്ന ഇവിടുത്തെ ബ്രാഹ്മണ മേധാവികൾ, ബ്രാഹ്മണ്യ പണ്ഡിതർ എന്താ ചോദിച്ചത്? ഈ നാണുവിന് എന്തധികാരം? ഈ നാണുവിന് സംസ്കൃത യാഗവിധി പ്രകാരമുള്ള തന്ത്രവിധികൾ അറിയുമോ വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ എന്നാണ്. അതിന് ഗുരു നൽകിയ മറുപടി തന്നെയാണ് ഹിന്ദുത്വത്തിൻ്റെ സർവപ്രത്യയശാസ്ത്രത്തെയും പ്രതിലോമപരതയും നിഷേധിക്കുന്ന ഗുരുവിൻ്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കപ്പെടുന്നത്. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്. നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈഴവരുടെ ശിവനല്ല. നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കൃതമറിയുന്ന, സംസ്കൃത യാഗവിധി പ്രകാരമുള്ള തന്ത്രവിധികൾ അറിയുന്ന ഒരു ശാന്തിക്കാരൻ ബ്രാഹ്മണൻ്റെ ഇടനില ആവശ്യമില്ലാതെ ഏതൊരു പാവപ്പെട്ടവനും അവരുടെ മാതൃഭാഷയിൽ ദൈവമേ ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയണമേ എന്ന് പരിദേവനങ്ങൾ ഉണർത്തിക്കാൻ കഴിയുന്ന ഒരു വിഗ്രഹത്തെയാണ്, ഒരു ദൈവത്തെയാണ്, ഒരു ശിവനെയാണ് നാം പ്രതിഷ്ഠിച്ചത്. അത് സംസ്കൃത യാഗവിധികളിൽ അഭിരമിച്ച
ആധിപത്യത്തിൻ്റെ പ്രത്യയശാസ്ത്രമായി ഈ ബ്രാഹ്മണ്യത്തെ കൊണ്ടു നടന്ന എല്ലാ ചിതൽപ്പുറ്റുകൾക്കുമുള്ള അതിശക്തമായ മറുപടിയായിരുന്നു നമ്മുടെ ബ്രാഹ്മണ്യ വ്യവഹാരത്തിൻ്റെ ജ്ഞാനമണ്ഡലങ്ങളെ ആകെ ചോദ്യം ചെയ്യുന്ന വിധ്വംസകമായ നീതിപൂർണമായ ഒരു ഇടപെടലാണ് ഗുരുദേവൻ വിഗ്രഹപ്രതിഷ്ഠയിലൂടെ നടത്തിയത്. അതിനെ ഒരു കാലത്തും RSS അംഗീകരിക്കില്ല. ഇപ്പോൾ വിചാരധാര എന്ന് പറയുന്ന ഒറ്റ കൃതി വായിച്ച ആളുകൾക്കറിയാം. RSSൻ്റെ മറ്റ് ടെസ്റ്റുകളിലേക്കൊന്നും പോകണ്ട. വിചാരധാര വായിച്ചാൽ തന്നെ അവർക്ക് ജാതിയോട്, സംവരണത്തോട്, ഭരണഘടനയുടെ സാമൂഹ്യ നീതിയോട് ഒക്കെയുള്ള സമീപനം എന്താണെന്ന്. അപ്പോൾ ഗുരു എന്തുകൊണ്ട് നിഷ്കാസിതമാക്കപ്പെടുന്നു, ഗുരു എന്തുകൊണ്ട് മാറ്റപ്പെടുന്നു, ഗുരു BJP എന്ന് പറയുന്ന RSSൻ്റെ രാഷ്ട്രീയ പാർട്ടി ആചരിക്കേണ്ട ഒന്നല്ല ഗുരു ജയന്തി. അത് വേണമെങ്കിൽ എന്താണ് തങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് അവസരവാദപരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, പ്രയോജനമാത്രവാദപരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന OBC മോർച്ചക്കാർ ആചരിച്ചോട്ടെ എന്നാണ് BJPയുടെ നിലപാട്. ആ നിലപാട് വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗുരുവിനെ ഒരു കാരണവശാലും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് സ്വീകരിക്കാനാവില്ല, അംഗീകരിക്കാനാവില്ല. ഹിന്ദുത്വത്തിൻ്റെ ധർമ്മസംഹിതകളെ ആകെ ചോദ്യം ചെയ്ത ചരിത്രവും ദർശനവുമാണ് ഗുരുവിൻ്റേത്. ഗുരു ഒരു കാരണവശാലും RSSകാർക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന, കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ആദർശ പുരുഷനല്ല. തീർച്ചയായിട്ടും ഗുരുവിനെയും അംബേദ്കറെയും ഗാന്ധിയെ വരെ, ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് അംഗീകരിച്ചവരാണ് BJPക്കാർ. ഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ട ഉതിർത്തതിനെ പലപ്പോഴായി ന്യായീകരിച്ച് നടന്ന ആളുകൾ ഗോഡ്സെയുടെ ചിതാഭസ്മം ഇപ്പോഴും RSS കാര്യാലയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. RSS ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തങ്ങളുടെ പുണ്യനദികളിലാകെ ഒഴുക്കാൻ വേണ്ടിയിട്ട്, ആ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ മാഹാത്മ്യത്തെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ ചിതാഭസ്മം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു RSSന് ഒരു കാരണവശാലും ഗുരുവിനെ അംഗീകരിക്കാനാവില്ല. ഗുരുവിനെ അവരെ എല്ലാ അർത്ഥത്തിലും നിരാകരിക്കും. RSSൻ്റെ ഒരു ഗാത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ വിരാട് പുരുഷ സങ്കല്പം അനുസരിച്ചുള്ള സമാജ പുരുഷ കാഴ്ചപ്പാടിലാണ് RSS മനുഷ്യോൽപത്തിയെ കാണുന്നത്. ദൈവം സൃഷ്ടിച്ചതാണ് ജാതി എന്ന ബോധമാണ് RSSകാർക്കുള്ളത്. ദൈവം സൃഷ്ടിച്ചതല്ല ജാതി, അത് സവർണ ബ്രാഹ്മണ്യം വൈദിക മേധാവിത്വം സൃഷ്ടിച്ചതാണ് ജാതി എന്ന കാഴ്ചപ്പാടാണ് ഗുരുവിനും ഗുരുവിൻ്റെ ദർശനങ്ങൾക്കുമുള്ളത്. ഗുരു ജാതിയെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ ദർശനം കൊണ്ട്, തൻ്റെ ഇടപെടലുകളിലൂടെ നിരന്തരമായി നിഷേധിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ ജാതിയാധിഷ്ഠിതമായ ഒരു ഹൈന്ദവ ഭരണകൂടത്തെ, ഒരു ഹൈന്ദവ രാഷ്ട്രത്തെ സ്വപ്നം കാണുന്ന RSSകാർക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് RSS നയിക്കുന്ന, RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ രൂപം കൊണ്ടതും പ്രവർത്തിക്കുന്നതുമായ BJP ഒരു മടിയും കൂടാതെ അത് OBC മോർച്ചക്കാർ ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കട്ടെ, അത് BJPയുടെ പരിപാടിയല്ല എന്ന് പറയുന്നു. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ സവർണാധികാരത്തിലധിഷ്ഠിതമായ ശൂദ്രരോട്, പിന്നോക്കക്കാരോട്, ദളിതരോട് അവരുടെ ഒരു സമീപനമാണ് കൃത്യമായിട്ട് ഈ തീരുമാനത്തിലൂടെ, ഈ നിലപാടിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ശ്യാംകുമാർ, മുൻപ് നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കിയ ഒരു പോസ്റ്റർ BJPയുടെ തന്നെ ഔദ്യോഗിക പേജുകളിൽ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതാ നാരായണ ഗുരുവിൻ്റെ ഓർമ്മകളിൽ ഒരു നാട് ഒന്നാകെ നിൽക്കുന്ന സമയത്ത് നാരായണ ഗുരു ശ്രീകൃഷ്ണന്റെ അവതാരമാണ് എന്ന് ചില BJP നേതാക്കൾ അവകാശപ്പെടുകയാണ്. അപ്പോൾ ഇത്തരം അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഉപമകൾ ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഇത് എവിടേക്ക് കൊണ്ടു ചെന്നെത്തിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഈ ഗുരുവിൻ്റെ ഓർമ്മയിൽ അത് OBC മോർച്ച മാത്രം നടത്തേണ്ട പരിപാടിയായി BJP ചുരുക്കി കാണുകയും ചെയ്തത്. അപ്പോൾ ഈ വൈരുദ്ധ്യം അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഗുരുവിനെ എങ്ങനെ സമീപിക്കണമെന്നതിൽ BJPക്ക് വ്യക്തതയില്ല എന്നത് തന്നെ വേണോ കരുതാൻ? BJPക്ക് വളരെ കൃത്യമായ വ്യക്തത ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഗുരുവിനെ കൃഷ്ണന്റെ അവതാരമാണ് എന്ന് പറയുന്നതിലൂടെ എങ്ങനെയാണോ ഇന്ത്യൻ ബ്രാഹ്മണ്യം യാഗയജ്ഞാതി കർമ്മ പാരമ്പര്യങ്ങൾക്കെതിരായി നിലക്കൊണ്ട ബുദ്ധന് ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചത്, അതുപോലെ തന്നെ നാരായണ ഗുരുസ്വാമികളെ കൃഷ്ണന്റെ അവതാരമാക്കി മാറ്റി സ്വാംശീകരിച്ച് പുറന്തള്ളാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കേരളത്തിന്റെ ഗവർണർ പറഞ്ഞത് നാരായണ ഗുരുസ്വാമികൾ കൃഷ്ണന്റെ അവതാരമാണ്. ഒരിക്കലും ഈ അവതാരവാദത്തെ സംബന്ധിച്ച് തന്നെ നാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നാം എന്തിന്റെയെങ്കിലും അവതാരമാണെങ്കിൽ അത് ജാതി ഇല്ലാതാക്കാനുള്ള അവതാരമാണെന്നാണ് ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളത്. ഗുരു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, എന്താണ് അവതാരവാദം?
അവതാരവാദം അടിസ്ഥാനപരമായിട്ട് ഒരാൾ ഒരു ജീവിതം കൊണ്ട് നേടിയെടുത്ത അയാളുടെ അധ്വാനത്തെ, അയാളുടെ മഹനീയമായ പ്രവർത്തനങ്ങളെയൊക്കെ റദ്ദാക്കുന്ന ഒരു പരിപാടിയാണ് ഒരാളെ അവതാരമാക്കുക എന്നതിലൂടെ ചെയ്യുന്നത്. ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമാക്കുന്നതിലൂടെ യാഗയജ്ഞാതി കർമ്മ പാരമ്പര്യങ്ങൾക്കെതിരായി നിലകൊണ്ട ബുദ്ധന്റെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളെ റദ്ദാക്കുകയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം ചെയ്തത്. അതുതന്നെയാണ് ഇപ്പൊ നാരായണ ഗുരുവിന്റെ കാര്യത്തിലും ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് സ്വാംശീകരിച്ച് പുറന്തള്ളാൻ ശ്രമിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഗുരുവിനെ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ ഗുരുവാക്കാൻ ശ്രമിക്കുന്നു. അതാണ് OBC മോർച്ച മാത്രം ഗുരുവിന്റെ ജയന്തി ആഘോഷിച്ചാൽ മതി എന്ന് പറയുന്നതിലൂടെ സംഘപരിവാരത്തിന്റെ ജാതി മൂല്യ ബോധം വളരെ കൃത്യമായിട്ട് വ്യക്തമായി കഴിഞ്ഞു. എല്ലാവരുടെയും ഗുരു അല്ല ഗുരു, അത് ഈഴവരുടെ ഗുരുവാണെന്നാണ് ഇപ്പൊ സംഘപരിവാരം വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചത്. ഇതെല്ലാവരുടെയും ഗുരു അല്ല. ഇന്ന് ലോകം മുഴുവൻ, കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ നാരായണ ഗുരുസ്വാമികളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കാരുണ്യത്തിന്റെ മഹാപ്രവാചകനായി, അപരപ്രിയത്തിന്റെ മഹാപ്രവാചകനായി, സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മഹാനായ പ്രവാചകനായി ജാതിമത ഭേദം എന്നീ എല്ലാവരും കൊണ്ടാടുമ്പോൾ, പക്ഷേ അത് സംഘപരിവാരത്തിന് OBC-ക്കാർ മാത്രം ആഘോഷിക്കേണ്ട ഒന്നാണ് എന്ന് പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ മനസ്സിൽ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ മാത്രം ഗുരുവാണെന്നാണ് വളരെ കൃത്യമായിട്ട് ഇത് പ്രശ്നം നമ്മൾ ശരി ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ ശ്യാംകുമാർ, അങ്ങയിലേക്ക് ചില റേഞ്ചിന്റെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അതൊന്ന് പരിഹരിച്ച ശേഷം ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പക്ഷേ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ശ്യാംകുമാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതാണ്. ഇതത് ഓരോ സാഹചര്യത്തിൽ ഓരോ നിലയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ മുൻപ് റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്ലോട്ട് നമ്മളത് കണ്ടതാണ്. അവിടെ ഗുരുവിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു, അത് ഒഴിവാക്കപ്പെടുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഗുരുവിനോട് പുറംതിരിഞ്ഞു നിൽക്കേണ്ട സാഹചര്യം BJPക്ക് ഉണ്ടാകുന്നത് ഗുരു മുന്നോട്ട് വെച്ച ആശയം ഏത് നിലയിൽ നാട് കാണുമെന്നുള്ള പേടി കൊണ്ടാകണം ഒരു പക്ഷേ, അല്ലേ? പക്ഷേ അതേസമയം തന്നെ BJPയുടെ തൊഴുത്തിലേക്ക് ഗുരുവിനെ കെട്ടാൻ ശ്രമിക്കുന്നു, ബുദ്ധനെ കെട്ടാൻ ശ്രമിക്കുന്നു, അംബേദ്കറെ കെട്ടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗുരുവിനെയും ബുദ്ധനെയും അംബേദ്കറെയും ഒന്നും മാറ്റി നിർത്തി മുന്നോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവിലേക്ക് അതേസമയം തന്നെ BJP എത്തുകയും ചെയ്യുന്നുണ്ട്. അത് RSS പോലുള്ളൊരു ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ തങ്ങൾക്കാവശ്യമായ രീതിയിൽ ചരിത്രത്തെ നിർണയിച്ച സംഭവങ്ങളെയും വ്യക്തികളെയെല്ലാം ഉപയോഗിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ബ്രാഹ്മണ്യത്തെ അതിശക്തമായി നിഷേധിച്ച ബ്രാഹ്മണ്യത്തിൻ്റെ ഹിംസയും വിവേചനവും കണ്ട് മടുത്ത് കൊട്ടാരം വെട്ടി ഇറങ്ങി ഈ ബുദ്ധമത സ്ഥാപിച്ച, ബുദ്ധദർശനങ്ങൾ പ്രചരിപ്പിച്ച ബുദ്ധനെ ബ്രാഹ്മണ്യം ഉൾക്കൊള്ളുകയാണ്. RSS എന്ന് പറയുമ്പോൾ ചിത്ഭവൻ ബ്രാഹ്മണ്യം, അവർക്ക് നഷ്ടപ്പെട്ടു പോയ, അവർ സുവർണകാലമെന്ന് വിശേഷിപ്പിക്കുന്ന ആ പൗരാണിക കാലത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. വൈദികാധികാരത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ ആ പൗരാണിക കാലത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അവരുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അതിനാവശ്യമായ രീതിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുണ്ടാക്കാൻ തങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ബുദ്ധനെ അവരുടെ അവതാരമാക്കി അവതരിപ്പിച്ച് അവർ തങ്ങൾ സ്വാംശീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധൻ്റെ മഹത്തായ ദർശനങ്ങളെ എന്ത് ചെയ്യുന്നു? അവർ തള്ളിക്കളയുന്നു. നാരായണ ഗുരുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തിന്? ഹിന്ദു ഐക്യവേദി കേരളത്തിൽ സ്ഥാപിച്ച ബോർഡുകളിൽ AKGയും കൃഷ്ണപിള്ളയും വരെ ഉണ്ടായിരുന്നു. AKGയും കൃഷ്ണപിള്ളയും ഒക്കെ ഹിന്ദു ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആർക്കെതിരായിട്ടാണ് സമരം ചെയ്തത്? RSS പ്രതിദാനം ചെയ്യുന്ന ഇവിടുത്തെ ജാതി ഫ്യൂഡൽ അധികാരത്തിൻ്റെ വാഴ്ചകൾക്കെതിരായിട്ടാണ്. അവരാണ് ഇവിടുത്തെ ഗുരുവായൂർ ക്ഷേത്രമായാലും വൈക്കം ക്ഷേത്രമായാലും അതൊക്കെ കൈവശം വെച്ചിരുന്ന ആരാണ്? ഇണ്ടന്തുരുത്തി ആരാണ്? സാമൂതിരി രാജാവ് ആരാണ്? ഈ സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ അധികാരത്തിലിരുന്നു കൊണ്ട് രാജ്യം ഭരിച്ചിരുന്ന ആളുകളാണ്. ആ സവർണ ബ്രാഹ്മണ്യ ബോധത്തിൽ നിന്ന്, ബ്രാഹ്മണ്യ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട്, ബ്രാഹ്മണ്യ നിയമസംഹിതകളിൽ നിന്നുകൊണ്ട് രാജ്യം ഭരിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്ന ധർമ്മസംഹിതകളൊക്കെ എന്താണ്? സാധാരണ പട്ടികൾ നടന്നു പോകുന്ന, കന്നുകാലികൾ നടന്നു പോകുന്ന വഴികളിലൂടെ രണ്ട് കാലുള്ള മനുഷ്യന് നടന്നു പോകാൻ പറ്റില്ല. ആ മനുഷ്യരെല്ലാം അവരുടെ വിശ്വാസം അനുസരിച്ച് നീചജന്മങ്ങളാണ്. കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ ശൂദ്രരായിട്ട്, ദളിതരായിട്ട്, പിന്നോക്കക്കാരായിട്ട് ജനിച്ചവരാണ്. അവർക്ക്
വഴി നടക്കാനുള്ള അവകാശം, അവർക്ക് ക്ഷേത്രപ്രവേശനത്തിനുള്ള അവകാശം, ഇതെല്ലാം നിഷേധിച്ചവരാണ്. ആ ബ്രാഹ്മണ്യത്തിൻ്റെ ചാതുർവർണ്ണയാധിഷ്ഠിതമായ ഐത്തത്തെയും അസ്പൃശ്യതയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വഴി നടക്കാനും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടി സമരം ചെയ്ത ആളുകളൊക്കെ ഹിന്ദുധർമ്മത്തിന്, ഹിന്ദു ക്ഷേത്രങ്ങളുടെ പുനരുജ്ജീവനത്തിന്, അതിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണപിള്ളയും AKGയും വരെ എന്താണ് സാംശീകരിക്കാനുള്ള ഈ ശ്രമം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പി പരമേശ്വരനെ പോലുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന പി പരമേശ്വരനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു സാംശീകരണത്തിന് വേണ്ടി എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്. അംബേദ്കറെക്കുറിച്ച് കൃഷ്ണപിള്ളയും AKGയും ഒക്കെ തന്നെ നമ്മുടെ ഹൈന്ദവ ക്ഷേത്ര പരിഷ്കരണത്തിൻ്റെ നേതാക്കളായിട്ട്, അതിൻ്റെ നായകന്മാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്. അപ്പോൾ ഫാസത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ്, അവർക്ക് ആവശ്യമായ എല്ലാത്തിനെയും എന്താണ് അവർ സ്വീകരിക്കുന്നതായിട്ട് തോന്നിക്കും. എന്നിട്ടെന്താണ് അതിൻ്റെ ദർശനങ്ങളെ, അതിൻ്റെ കാഴ്ചപ്പാടുകളെ അവരെന്ത് ചെയ്യും, കുഴിച്ചുമൂടും. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാരായണ ഗുരു കേരളം പോലൊരു സമൂഹത്തിനകത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. സാർവലൗകികമായി തന്നെ നാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. മനുഷ്യനെ പ്രധാനമായി കാണുന്ന, മനുഷ്യർക്കിടയിലുള്ള എല്ലാ വിവേചനങ്ങളെയും ഭേദചിന്തകളെയും ചോദ്യം ചെയ്യുന്ന, അതിനെ ജീവിതം കൊണ്ട് എല്ലാ അർത്ഥത്തിലും ചെറുത്തു തോൽപ്പിക്കാൻ നാനാവിധമായ ഇടപെടൽ നടത്തിയ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു ഉജ്ജ്വല പ്രകാശമാണ് നാരായണ ഗുരു. ആ നാരായണ ഗുരുവിനെ എന്താണ് ഒരു ഭാഗത്ത് അവർ തള്ളിക്കളയുക, മറുഭാഗത്ത് തങ്ങൾ എന്താണ് അവതാരമാക്കി സ്വീകരിക്കുന്നു. ഇവിടെ ശ്യാംകുമാർ പറയാൻ ശ്രമിച്ചതാണ്, തങ്ങൾ അവതാരമായി നാരായണ ഗുരു വെക്കുന്നു. അവതാരമാക്കുന്നത് വഴി എന്താണ്, അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെയും ദർശനങ്ങളെയും മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് നാരായണ ഗുരുവിനൊരു ബിംബമാക്കി തങ്ങളുടെ ശ്രീകൃഷ്ണൻ്റെ അവതാരമാക്കി മാറ്റുന്നു. ശ്രീകൃഷ്ണൻ ഇവിടെ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറഞ്ഞാലാണ് ഗീതയിലൂടെ. ചാതുർവർണ്ണ്യം എന്തുകൊണ്ടാണ് സ്ത്രീകളും ചാതുർവർണ്ണ്യം ശൂദ്രരുമൊക്കെ മനുഷ്യോഹിതമായ പരിഗണന അർഹിക്കാത്തത് എന്ന ചോദ്യത്തിന് ഭഗവാൻ കൃഷ്ണൻ ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ശൂദ്രരും സ്ത്രീകളുമൊക്കെ നീചജന്മങ്ങളാണ്, കഴിഞ്ഞ ജന്മത്തിൽ പാവങ്ങൾ ചെയ്തവരാണ്. അപ്പോൾ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് തന്നെ പൂർവ്വനിശ്ചിതമാണ് എന്ന ഏറ്റവും അസംബന്ധപൂർണമായ ഒരു ദർശനത്തിൽ നിന്ന് ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ എല്ലാ അർത്ഥത്തിലും ന്യായീകരിച്ച സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ നിരവധി ധർമ്മശാസ്ത്രങ്ങളിലാണ് RSS അതിൻ്റെ ആശയ അടിത്തറ, അതിൻ്റെ പ്രത്യയശാസ്ത്രം കെട്ടിപ്പടുത്തിട്ടുള്ളത്. ആ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നുകൊണ്ടാണ് അവരിപ്പോൾ എന്താണ് കൃഷ്ണൻ്റെ അവതാരമായിട്ട് മഹാനായ ഗുരുവിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും, മറുഭാഗത്ത് എന്താണ് ഗുരുവിൻ്റെ ജയന്തിയൊക്കെ എന്താണ് പിന്നോക്കക്കാരെ ആചരിച്ചുകൊട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണ്യം കൈകഴുകി മാറി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ശരി, ഞാൻ മടങ്ങി വരാം. പ്രിന്റു മഹാദേവ് BJP നേതാവ് കൂടി ചേരുകയാണ്. പ്രിന്റു, നാരായണ ഗുരു OBC മോർച്ചയുടെ മാത്രം ഗുരുവായാൽ മതി എന്ന് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അല്ല, അങ്ങനെ BJP എവിടെയും അങ്ങനെ OBCക്കാരുടെ മാത്രം ഗുരുവാണെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷിക്കുന്ന ഒരേ ഒരു പാർട്ടി BJP മാത്രമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കുറിച്ച് എല്ലാ ദിവസവും പ്രാതസ്മരണകളിൽ സ്ലോഗൻ ചൊല്ലുന്ന ഒരേ ഒരു പ്രസ്ഥാനം RSS ആണ്. അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് OBCക്കാർക്ക് മാത്രമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങനെ പകുത്തു കൊടുത്തു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് നിങ്ങൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. പ്രിന്റു, ഈ ചർച്ചയുടെ തന്നെ ആധാരം ചതയദിനാഘോഷം OBC മോർച്ചയെ ഏൽപ്പിച്ച സങ്കുചിത ചിന്താഗതിയിൽ പ്രതിഷേധിച്ച് ഒരു BJP-കാരന് ഞാൻ ഈ പ്രസ്ഥാനം വിടുന്നു എന്ന് പറയേണ്ടി വരുന്നിടത്താണ്. അപ്പോൾ ഞങ്ങൾ ആരുമല്ല അത് പറഞ്ഞത്, BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നത്. പ്രിന്റു, അപ്പോൾ കൂട്ടത്തിലുള്ളവരെ പോലും അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ലേ? അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇപ്പോഴീ പറഞ്ഞ ആളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ BJPയുടെ സംസ്ഥാന നേതൃത്വവും BJPയുടെ ജില്ലാ നേതൃത്വവുമാണ് ഇത് ആചരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ ജില്ലാ സമിതികളിലും സംസ്ഥാന സമിതി ഓഫീസിനകത്തും എല്ലാ വർഷങ്ങളായിട്ട് നാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷിക്കാറുണ്ട്. പിന്നെ OBC മോർച്ച എന്ന് പറയുന്ന വിഭാഗം BJPയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. സ്വാഭാവികമായിട്ട് പിന്നോക്ക ജനതയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഗുരുദേവൻ പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നോക്ക ജനതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഗുരുദേവൻ ശ്രമിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് OBC മോർച്ച എന്ന് പറയുന്നത് പിന്നോക്ക ജനതയുടെ ശാക്തീകരണത്തിനും അവരുടെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് ഗുരുദേവന്റെ ആശയങ്ങൾ വളരെ ശക്തമായിട്ട് സമൂഹത്തിന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് OBC മോർച്ച പ്രത്യേകം ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം OBC സമുദായത്തിൽപ്പെട്ട ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. സ്വാഭാവികമായിട്ട് OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിക്കകത്ത് ഉള്ള 75% ആളുകൾ. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നോക്ക ജനതയുടെ ശാക്തീകരണം കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന
നടത്തുന്ന പ്രസ്ഥാനമാണ് BJP. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ OBC മോർച്ച ഇത് വളരെ വിപുലീകരിച്ചുകൊണ്ട് ഇത് നടത്തുമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അല്ല, അപ്പോഴും പ്രിന്റു ചോദ്യം ബാക്കിയാകുകയാണല്ലോ. ഈ പറഞ്ഞതുപോലെ ഇതാണ് BJPയുടെ ആശയം, BJPയുടെ കാഴ്ചപ്പാടെങ്കിൽ അത് കൂട്ടത്തിലുള്ളവരെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നു അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് ഇപ്പോൾ താങ്കൾ പറയുന്നു അദ്ദേഹത്തിന്റെ മറ്റ് ലക്ഷ്യങ്ങളാണ്. ഇതിനു മുൻപ് സെൻകുമാറിനെയും ആ നിലയിൽ മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിച്ച ആൾ എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയും പറയുന്നുണ്ടല്ലോ ഇത്. അങ്ങനെയല്ല. സെൻകുമാറൊക്കെ ഏതെങ്കിലും ഒരു പോസ്റ്റർ കണ്ടുകൊണ്ട് ഇപ്പൊ നോക്കട്ടെ, പട്ടികജാത ക്ഷേമ സമിതി എന്തു പറയുന്ന ഒരു പ്രസ്ഥാനം, വർഗ സമര ഭേദമന്യേ പ്രവർത്തിക്കുന്ന CPM പോലും ഉണ്ടല്ലോ. PKS എന്ന് പറയുന്നത് അവർ പല അയ്യങ്കാളി ദിനം പോലെയുള്ള പരിപാടികൾ അവർ നടത്തുന്നുണ്ടല്ലോ. അതെന്ത് അങ്ങനെയാണ്? സമൂഹത്തിൽ അയ്യങ്കാളിയുടെ ദിനങ്ങൾ പോലെയുള്ള ദിനങ്ങളിൽ വരെ PKS പോലുള്ള പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ OBC മോർച്ച എന്ന് പറഞ്ഞത് പിന്നോക്ക വിഭാഗത്തിന്റെ ശാക്തീകരണം ഉറപ്പുവരുത്തുക, പിന്നോക്ക ജനത ഭാരതീയ ജനതാ പാർട്ടിയിൽ കൂടുതൽ അടുപ്പിക്കുക, ഇതിന്റെ ഭാഗമായി കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അവർ ഗുരുദേവന് എടുത്തു കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ ബൂത്ത് തലത്തിലും അവരുടെ എല്ലാ മേഖലയിലും അവർ പ്രവർത്തിക്കുന്ന തെറ്റ് BJP ആചരിക്കാതിരിക്കുന്നില്ലല്ലോ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സമിതി ഓഫീസിനകത്ത് വിപുലമായി പ്രചോദനം നടത്തി. ഇപ്പൊ തൃശൂർ ജില്ലാ സമിതിയുടെ പരിപാടിയിൽ പ്രഭാഷണം നടത്തിയത് ഞാനാണ്. അപ്പോ സ്വാഭാവികമായിട്ട് എല്ലാ അർത്ഥത്തിലും പാർട്ടി നടത്തുന്നതോടൊപ്പം തന്നെ ചില പ്രത്യേക പരിപാടികളുമായിട്ട് OBC മോർച്ച മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് അതിനകത്ത് OBC-കാർക്ക് OBC മോർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഗുരുദേവൻ അംഗീകരിച്ച ഗുരുദേവ വചനങ്ങളെ നെഞ്ചിലേറ്റുന്ന ഗുരുദേവ ജയന്തിയും ചരമദിനവും ആചരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരേ ഒരു പ്രസ്ഥാനം BJP-യാണ്. ഈ കേരളത്തിൽ ഏതെങ്കിലും പ്രസ്ഥാനം ഇവിടെ ഇത്തരത്തിലുള്ള ആചരണങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു SNDP നടത്തുന്ന പരിപാടിയിൽ പോയിട്ട് വലിയ ഗൗരവകരം ഗുരുദേവന്റെ ആശയങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക മാത്രമല്ല BJP ചെയ്യുന്നത്. BJP ചെയ്തത് കൃത്യമായിട്ട് ശ്രീനാരായണീയ ആശയങ്ങളെ പ്രചരിപ്പിക്കുക. കാരണം അദ്ദേഹം സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്വൈത വേദാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാവിധ പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമല്ല, ഹിന്ദു സാമൂഹിക നവോത്ഥാന നായകനാണ്, സന്യാസിയാണ്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം ഈ പിന്നോക്ക സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ പ്രിന്റു മഹാദേവ് പറഞ്ഞ സനാതന ധർമ്മം നമ്മൾ ചർച്ച തുടങ്ങിയത് അവിടെ നിന്നാണ്. പ്രിന്റു അത് കേട്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ BJP-യും പ്രിന്റു ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണോ ഗുരു സനാതന ധർമ്മത്തെ ഉപയോഗിച്ചത്? ഉറപ്പുണ്ടോ അത് പ്രിന്റുവിന്? എന്താ സംശയം? സനാതന ധർമ്മം എന്ന് പറയുന്ന അതേ വിവക്ഷ തന്നെയാണ് ഗുരുദേവൻ ആചരിച്ചിട്ടുള്ളത്. ഗുരുദേവൻ സനാതന ധർമ്മത്തെ പരിപോഷിപ്പിച്ച ഒരാളാണ്. സനാതന ധർമ്മത്തിന് അപ്പുറത്ത് നിന്ന് ഗുരുദേവൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അദ്ദേഹം നോക്കൂ, അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള സന്യാസി മഠങ്ങളുണ്ട്, അദ്ദേഹം നടപ്പിലാക്കിയ ആചാര പദ്ധതികളുണ്ട്. അവിടൊക്കെ തന്നെ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നവരത്ന സങ്കല്പമാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ശിവഗിരി നടത്തിയ പ്രതിഷ്ഠയായിക്കോട്ടെ, കണ്ണാടി പ്രതിഷ്ഠയായിക്കോട്ടെ, ഓങ്കാര പ്രതിഷ്ഠയായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസ്ത്രവിധികൾ പ്രകാരമുള്ള ആചാരക്രമങ്ങളിലൂടെ അദ്ദേഹം പോയിട്ടുള്ളത്. അതിനപ്പുറത്ത് വ്യതിചലിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള കീർത്തനങ്ങൾ മുഴുവൻ സനാതന ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ. അദ്ദേഹം വലിയ അർദ്ധനാരീശ്വര സ്തോത്രമായിക്കോട്ടെ, ജനനി നവരത്ന മഞ്ജരി ആയിക്കോട്ടെ, ഭദ്രകാളി അഷ്ടകമായിക്കോട്ടെ, ബ്രഹ്മവിദ്യ പഞ്ചകമായിക്കോട്ടെ, ദർശനങ്ങളായിക്കോട്ടെ, എല്ലാം ഹൈന്ദവ ആചാരങ്ങളെയും സനാതന ധർമ്മത്തെയും പരിപോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ശരി, ദയവായി തുടരും. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP ഇന്ന് പറയുന്ന അർത്ഥത്തിലാണോ സനാതന ധർമ്മത്തെ ഗുരു ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ശ്രീ ശ്യാംകുമാർ, ബ്രാഹ്മണ്യ വ്യവഹാരങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഇന്ന് BJP വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന വിവക്ഷയിലുമാണോ ഗുരു സനാതന ധർമ്മത്തെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല. സനാതന ധർമ്മം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന തരത്തിൽ ബ്രാഹ്മണ്യ വ്യവഹാരങ്ങളും ഹിന്ദുത്വയും വ്യാഖ്യാനിക്കുന്ന നിലയിലായിരുന്നു. ശ്രീ ശ്യാംകുമാർ, കേൾക്കാം, പറഞ്ഞോളൂ. സനാതന ധർമ്മം എന്നുള്ള വാക്ക് നാരായണ ഗുരുസ്വാമികൾ 2 സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് 1925 CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിലാണ് ആദ്യമായി സനാതന ധർമ്മം എന്ന വാക്ക് ഗുരുസ്വാമികൾ ഉപയോഗിക്കുന്നത്. അവിടെ ഗുരു പറയുന്നത് ഇസ്ലാം മതത്തിന്റെ സാരം സാഹോദര്യമാകുന്നു, ക്രിസ്തു മതത്തിന്റെ സാരം സ്നേഹമാകുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല. സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. സനാതന ധർമ്മം എന്ന വാക്കല്ല ഗുരു ഉപയോഗിക്കുന്നത്, ധർമ്മങ്ങൾ എന്ന ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സനാതന ധർമ്മങ്ങളായി ഗുരു കാണുന്നത് ഇസ്ലാം മതവും ക്രിസ്തു മതവും എല്ലാം സനാതന ധർമ്മമാണ്. എന്തുകൊണ്ടാണ് അവ സനാതന ധർമ്മമാകുന്നത്? ഇസ്ലാം മതത്തിന്റെ സാരമായ സാഹോദര്യത്തെയും ക്രിസ്തു മതത്തിന്റെ സാരമായ സ്നേഹത്തെയുമാണ് ഗുരു സനാതനമായി കാണുന്നത്. എന്നാൽ മഹാഭാരതത്തിലോ
രാമായണത്തിലോ വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ ഒന്നും തന്നെ സനാതന ധർമ്മം എന്ന് വ്യവഹരിക്കുന്നത് ഗുരു കണ്ട സ്നേഹമോ സാഹോദര്യമോ അല്ല. ഏഷധർമ്മ സനാതന എന്ന മഹാഭാരതത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഏഷധർമ്മ സനാതന, ഈ ധർമ്മം സനാതനമാകുന്നു. എന്താണ് കഥ മഹാഭാരതത്തിലെ? ശ്വേതകേതു എന്ന് പറയുന്ന മഹാമുനിയുടെ മുമ്പിൽ വെച്ച് തന്റെ മാതാവിനെ ഒരു ബ്രാഹ്മണൻ വന്ന് പിടിച്ചുകൊണ്ട് പോവുക. ഉദ്ദാലകന്റെ ഭാര്യ, അവരെ പിടിച്ചുകൊണ്ട് പോവുക. പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉദ്ദാലകൻ തന്റെ പുത്രനെ ഉപദേശിക്കുന്നു, മകനെ, തന്റെ മാതാവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉദ്ദാലക മഹാമുനി ശ്വേതകേതുവിനെ ഉപദേശിക്കുന്നത്, ബ്രാഹ്മണൻ തന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പൊക്കോട്ടെ, നീ തടയണ്ട. ഏഷധർമ്മ സനാതന, ഇതാണ് സനാതനമായ ധർമ്മം. അപ്പൊ സ്വന്തം പിതാവിന്റെ പുത്രന്റെ മുമ്പിൽ വെച്ച് ശ്വേതകേതുവിന്റെ അമ്മയെ, ഉദ്ദാലകന്റെ ഭാര്യയെ മറ്റൊരു ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നത് എന്താണ്? ഏഷധർമ്മ സനാതന, ഇതാണ് സനാതന ധർമ്മം. ധർമ്മം എന്ന വാക്കിനെ സംബന്ധിച്ച് മനുസ്മൃതിയിൽ വളരെ കൃത്യമായ വിവക്ഷകളുണ്ട്. ധർമ്മം എന്നതുകൊണ്ട് മനുസ്മൃതി അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണ്യ ധർമ്മമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഏഷത്രയി എന്ന് തുടങ്ങുന്ന ശ്ലോകഭാഗത്ത് ചാതുർവർണ്ണ്യമാണ് ധർമ്മം എന്ന് വളരെ കൃത്യമായിട്ട് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. യാജ്ഞവൽക്യ സ്മൃതിയില് ധർമ്മം എന്നതുകൊണ്ട് ചാതുർവർണ്ണ്യവും ജാതി വ്യവസ്ഥയുമാണ് ധർമ്മം. ഇങ്ങനെ നോക്കിയാൽ ധർമ്മശാസ്ത്രങ്ങളും മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും പുരാണങ്ങളിലുമെല്ലാം ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണ്യവുമാണ്. ഗുരു ഈ ചാതുർവർണ്ണ്യത്തെയോ ഈ ജാതി വ്യവസ്ഥയല്ല സനാതനമായ ധർമ്മമായിട്ട് കണ്ടത്. തന്റെ സമാധിക്ക് 1 വർഷം മുമ്പ് കൊച്ചി പള്ളാത്തുരുത്തിൽ നടന്ന യോഗത്തിൽ, കൊച്ചി പള്ളാത്തുരുത്തി SNDP യോഗത്തിന് അയച്ച കത്തിൽ, TK മാധവന്റെ നേതൃത്വത്തിലാണ് ആ യോഗം നടന്നത്. ആ യോഗത്തിന് അയച്ച കത്തിൽ, ആശംസാ പത്രത്തിൽ നാരായണ ഗുരുസ്വാമികൾ ഇങ്ങനെ പറഞ്ഞു: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സനാതന ധർമ്മങ്ങൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സനാതന ധർമ്മം. എന്താണ് ഒരു ജാതി? ഒരു ജാതി എന്ന് പറയും ഗുരു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരൈവം ഹാ തത്വം വെത്തി പോകുന്നു. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണ മനുഷ്യത്വം ജാതി, മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. പശുവിന്റെ ഇടയിൽ ബ്രാഹ്മണ പശു, നായർ പശു, ഈഴവ പശു, പശുവിന്റെ ഇടയിൽ വ്യത്യസ്ത ജാതി പശുക്കളില്ലാത്തതുപോലെ മനുഷ്യർക്കിടയിൽ നായരോ ഈഴവരോ ബ്രാഹ്മണരോ ഇല്ല എന്നാണ് ഗുരു അരുളി ചെയ്തത്. ഗുരു പറഞ്ഞു, ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാതിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. അത്യ തത്വം ന വേത്തി, പക്ഷെ ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്. ഇതാണ് ഗുരുവിന്റെ ഒരു ജാതി. മനുഷ്യരെല്ലാം ഒരു ജാതി എന്നാണ് ഗുരു പറഞ്ഞത്. പക്ഷേ വാൽമീകി രാമായണത്തിലെ രാമൻ ശംഭൂകന്റെ തല വെട്ടുന്ന ഒരു രംഗമുണ്ട്. അവിടെ ചെന്ന് രാമൻ ശംഭൂകനോട് ചോദിക്കുന്ന എന്താണ്? കസ്യാം യോന്യം, താങ്കളുടെ യോനി ഏതാണ്, ജാതി ഏതാണെന്നാ ചോദിക്കുന്നത്. താൻ ശൂദ്രനാണ് എന്ന് പറഞ്ഞ മാത്രമേ രാമൻ ശംഭൂകന്റെ തല വെട്ടുക. എന്താണ് നാരായണ ഗുരുസ്വാമി പഠിപ്പിച്ചത്? പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുവായത് കേൾക്കണം, ആരു നീ എന്ന് കേൾക്കണ്ട, നേരു നീ തന്നെ ചൊൽകയാൽ. പേര് ഊരും തൊഴിലും അറിഞ്ഞാൽ മതി, ആരും നീ എന്ന് കേൾക്കേണ്ട ആവശ്യമില്ല, നേര് നീ തന്നെ ചൊല്ലിയാൽ മതി. പക്ഷേ കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആശയത്തെയാണ് ഹിന്ദുത്വവാദികൾ പൊക്കിപ്പിടിക്കുന്നത്. ഗുരുസ്വാമികൾ ഒരു കാലത്തും കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആശയത്തെ പിന്തുണച്ചതയില്ല. ഗുരു പറഞ്ഞു, ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാതിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. ഇവിടെ പറയുണ്ടായി, ഗുരു ഒരുപാട് സ്തോത്രകൃതികൾ എഴുതിയെന്ന് പറഞ്ഞു. ശരിയാണ്, അദ്ദേഹം സ്തോത്രകൃതികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നുണ്ട്, നീയോ ഇരപ്പാളി, ഞാനോ പിച്ചക്കാരൻ എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ ഹിന്ദുത്വവാദികൾ ഇത് അംഗീകരിക്കുമോ? ഇങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അദ്വൈത വേദാന്തത്തെ പറ്റി പറഞ്ഞു ഇവിടെ. എന്തായിരുന്നു ശങ്കരന്റെ അദ്വൈത വേദാന്തവും നാരായണ ഗുരുസ്വാമികളുടെ അദ്വൈത വേദാന്തവും തമ്മിലുള്ള വ്യത്യാസം? ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തം എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായി ബ്രഹ്മസത്യം ജഗൻ വിദ്യ, ഈ ലോകം മുഴുവൻ വിദ്യയാണെന്നും ബ്രഹ്മം മാത്രമാണ് സത്യം എന്നുള്ള സങ്കല്പമാണ് ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ സാരഭൂതം. നാരായണ ഗുരുസ്വാമികൾ അംഗീകരിച്ചില്ല. ഗുരുസ്വാമികൾ ജനനി നവരത്ന മഞ്ജരിയിൽ എഴുതി, എല്ലാം ഉള്ളത് തന്നെ, ഈ പ്രപഞ്ചം ഉള്ളതാണ്, ഈ പ്രപഞ്ചം മായയല്ല എന്നാണ് ഗുരുസ്വാമികൾ ജനനി നവരത്ന മഞ്ജരിയിൽ പറഞ്ഞത്. ഇങ്ങനെ ശങ്കരാചാര്യരും നാരായണ ഗുരുസ്വാമികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശങ്കരന് തെറ്റുപറ്റി എന്ന് 3 സന്ദർഭങ്ങളിൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്.
ബ്രഹ്മസൂത്രം എഴുതിയ വ്യാസന് തെറ്റുപറ്റി എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ചാതുർവർണ്ണയത്തെ സമ്പൂർണമായി നാരായണ ഗുരുസ്വാമികൾ നിരാകരിച്ചു. ഗുരുസ്വാമികൾ പറഞ്ഞു, ഇതെന്താ, വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടാകുകയും കാലിൽ നിന്ന് ശൂദ്രൻ ഉണ്ടാകുകയും ചെയ്യുന്നത് ഇതെന്താ മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്ന് ചാതുർവർണ്ണയത്തെ നാരായണ ഗുരുസ്വാമികൾ പരിഹസിക്കുക ചെയ്തത്. ഹിന്ദുത്വവാദികളോടുള്ള എന്റെ ചോദ്യം, ഇവർ സനാതന ധർമ്മം എന്ന് പറയുന്ന ഈ ചാതുർവർണ്ണയത്തെ നിരാകരിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. നാരായണ ഗുരുസ്വാമികൾ ചാതുർവർണ്ണയത്തെ അല്ല സനാതനമായി കണ്ടത്. നാരായണ ഗുരുസ്വാമികൾ സ്നേഹത്തെയും സാഹോദര്യത്തെയും സമത്വത്തെയുമാണ് സനാതനമായ ധർമ്മം എന്ന് കണ്ടത്. പക്ഷെ ഇവർ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇവർ സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിധർമ്മത്തെയാണ്. മഹാഭാരതത്തിലും രാമായണത്തിലും പറയുന്ന ധർമ്മമാണ് സനാതന ധർമ്മം എന്നാണ് പറയുന്നത്. ആ ധർമ്മത്തെ ഗുരു അംഗീകരിച്ചിരുന്നില്ല. മഹാഭാരതത്തിലും രാമായണത്തിലും പറയുന്ന ധർമ്മം എന്താണ്? ജാതിധർമ്മമാണ്, ചാതുർവർണ്ണയമാണ്. താടകയെ കൊല്ലുന്ന സമയത്ത് രാമൻ പറയുന്നുണ്ടല്ലോ, ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ട പരാക്രമം, പശുവിന്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തിലായിട്ട് ഇതാ ഞാൻ താടകയെ വധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ധർമ്മം, ഇവരുടെ സനാതന ധർമ്മം, ബ്രാഹ്മണിസ്റ്റുകളുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിധർമ്മമാണ്. അത് പശുക്കൾക്കും ബ്രാഹ്മണർക്കും മാത്രം ലോകം സുഖമായി ഇരുന്നാൽ എല്ലാവർക്കും സുഖം എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഇവർ സനാതന ധർമ്മം എന്ന് വ്യവഹരിക്കുന്നത്. ആ സനാതന ധർമ്മത്തിന് നാരായണ ഗുരുവായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. തന്നെയല്ല, ഇവർ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നാരായണ ഗുരുസ്വാമികൾ ഹിന്ദുമതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ് പ്രതിഷ്ഠിച്ചതെന്ന്. നോക്കൂ, തന്ത്രസമുച്ചയം അനുസരിച്ച് നാരായണ ഗുരുവിന് പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. ഷേർസമുച്ചയം അനുസരിച്ച്, പ്രയോഗമഞ്ജരി അനുസരിച്ച്, ഇന്ത്യയിലെ ബ്രാഹ്മണിസ്റ്റുകൾ എഴുതി കൂട്ടിയ തന്ത്രഗ്രന്ഥങ്ങൾ അനുസരിച്ചല്ല നാരായണ ഗുരുസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത്. ആചാരങ്ങൾ ലംഘിച്ചാണ് നാരായണ ഗുരുസ്വാമി പ്രതിഷ്ഠ നടത്തിയത്. അരികുപ്പുറത്ത് അഷ്ടബന്ധം ഇട്ടല്ല നാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത്. അരികുപ്പുറത്ത് ഏതെങ്കിലും തന്ത്രഗ്രന്ഥങ്ങളുടെ വിധി അനുസരിച്ചല്ല നാരായണ ഗുരുസ്വാമികൾ പ്രതിഷ്ഠ നടത്തിയത്. നോക്കൂ, ഒരു നിലക്കണ്ണാടി ഏത് തന്ത്രഗ്രന്ഥത്തിലാണ് മുഖം നോക്കുന്ന കണ്ണാടി പ്രതിഷ്ഠിക്കാൻ പറയുന്നത്? ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. മുഖം നോക്കുന്ന കണ്ണാടി പ്രതിഷ്ഠിക്കാൻ പറയുന്ന ഒരു തന്ത്രഗ്രന്ഥം ഉണ്ടെങ്കിൽ ആ തന്ത്രഗ്രന്ഥം കൊണ്ടുവരാൻ ഹിന്ദുത്വവാദികളെ ഞാൻ വെല്ലുവിളിക്കുക. അങ്ങനെ ഒരു തന്ത്രഗ്രന്ഥം ഇല്ല, കേരളത്തിൽ, ഇന്ത്യയിൽ ഇല്ല. അത് നാരായണ ഗുരുവിന്റെ നവീനമായ സങ്കല്പമാണ്. പ്രതിഷ്ഠിക്കാൻ പറയുന്നത് എവിടെയാണ്? ഏത് തന്ത്രഗ്രന്ഥത്തിലാണ് പ്രണവ പ്രതിഷ്ഠയെ പറ്റി പറയുന്നത്? അത് ഗുരുവിന്റെ സങ്കല്പമാണ്, പുതിയ പുതിയ ആധുനികമായ മൂല്യബോധമാണ്. അപ്പം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ്, ഹൈന്ദവ ധർമ്മത്തിന്റെ വിശ്വാസം അനുസരിച്ചാണ് എന്ന് പറയുന്നത് തന്നെ ഗുരുവിനെ പരിഹസിക്കുന്നതാണ്. കാരണം 1925 സി കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ പറഞ്ഞു, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്ന ഗുരുവിനെ പിന്നെങ്ങനെയാണ് ഹിന്ദുമതത്തിന്റെ സന്യാസിയാക്കുന്നത്? നാം ജാതിമത ഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിളംബരം പുറപ്പെടുവിച്ച ആളാണ് ഗുരുസ്വാമികൾ. ജാതി മാത്രമല്ല ഗുരുസ്വാമികൾ വിട്ടത്, ഗുരുസ്വാമികൾ മതഭേദവും വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ നോക്കിയാൽ അദ്വൈത മതവും ശാക്തയ മതവും വൈഷ്ണവമതവും ശൈവമതവും ഇന്ന് ഹിന്ദുമതം എന്നറിയപ്പെടുന്ന മതത്തെയെല്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്ര മനുഷ്യനായി ജീവിച്ച ഒരാളാണ് നാരായണ ഗുരുസ്വാമികൾ. അദ്ദേഹത്തെ ഹിന്ദു സന്യാസിയാക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല, ചരിത്ര വിരുദ്ധമായ ഒരു കാര്യമാണ്. അല്ലല്ല, ഹിന്ദുമതത്തിന്റെ സന്യാസ പാരമ്പര്യം അനുസരിച്ചല്ല ഗുരു സന്യാസം സ്വീകരിച്ചത്. ഗുരു പറഞ്ഞല്ലോ, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ഗുരു ആനന്ദ തീർത്ഥർക്ക് എങ്ങനെയാണ് സന്യാസം കൊടുത്തത്? ഈ ഹൈന്ദവ ധർമ്മത്തിന്റെ, കോട്ടാൻകോട്ട് ഹൈന്ദവ ധർമ്മത്തിന്റെ വിരജാഹവും അനുസരിച്ചാണോ നാരായണ ഗുരുസ്വാമികൾ അവസാന കാലത്ത് ആനന്ദ തീർത്ഥർക്ക് സന്യാസം കൊടുത്തത്? അല്ല, ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തിട്ടാണ്. എങ്ങനെയാണ് ഏണസ്റ്റ് കർക്കിന് സന്യാസം കൊടുത്തത്? ടൈയും കോട്ടുമാണ് കൊടുത്തത്. അപ്പൊ ഈ ചരിത്രമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നാരായണ ഗുരുസ്വാമികളെ ബ്രാഹ്മണ്യത്തിന്റെ സനാതന ധർമ്മത്തിന്റെ വക്താവാക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നാരായണ ഗുരു ചാതുർവർണ്ണയത്തിന്റെ സനാതന ധർമ്മത്തിന്റെ വക്താവായിരുന്നില്ല. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും വിശാലാർത്ഥത്തിലുള്ള കരുണയുടെയും അൻപിന്റെയും അൻപുമൊക്കെ ജീവിതവ്രതമാക്കിയ ഒരു വലിയ പോരാളിയായിരുന്നു നാരായണ ഗുരുസ്വാമികൾ. അദ്ദേഹത്തെ ശ്രീകൃഷ്ണന്റെ അവതാരമാക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഗുരുസ്വാമികളെ ഒരു കൊച്ചു ഉപദൈവമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നാരായണ ഗുരുസ്വാമികൾ കഷ്ടപ്പെടുന്ന ജനകോടികളുടെ പോരാളിയായ മഹാ മനുഷ്യനാണ്.
യഥാർത്ഥത്തിൽ അവര് ഈ പറയുന്ന അവർണ ജനകോടികളുടെ ദൈവമാണ് ഒരർത്ഥത്തിൽ നാരായണ ഗുരുസ്വാമികൾ. അവർണ ജനകോടികൾ കഷ്ടപ്പാടിന്റെ ആ പ്രതലത്തിലാണ് ഗുരുവിനെ നോക്കിക്കാണുന്നത്. അത് കൃഷ്ണൻ കയ്യിൽ വെച്ച് തന്നതല്ല, രാമന് സരസ്വതിയെ കൈ വെച്ച് തന്നതല്ല. ഇതെല്ലാം നാരായണ ഗുരുസ്വാമികൾ പോരാടി നേടിത്തന്നതാണ്. ആ ചരിത്രം നമ്മൾ മറന്നു പോകരുതെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ശരി, ഞാൻ മടങ്ങി വരാം. KT, ഇപ്പോൾ BJP ഇതിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് കൂടിയുണ്ട്. പ്രിന്റു അത് പറയാതെ പറയുന്നുണ്ട്. ഗുരു പ്രവർത്തിച്ചത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഗുരുജയന്തി ഏറ്റവും വലിയ രീതിയിൽ കൊണ്ടാടേണ്ടത് OBC മോർച്ചയല്ലേ എന്ന് ചോദിക്കുന്ന അതേ നാവ് കൊണ്ട് പ്രിന്റു മഹാദേവൻ പറയുന്നത് ഗുരു സനാതന ധർമ്മവാദിയായിരുന്നു, ഗുരു ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഗുരു മുന്നോട്ട് വെച്ച ആശയം അതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ OBC മോർച്ച ആണ് ഗുരുവിന്റെ ദിനത്തെ ഏറ്റവും കൂടുതൽ വിപുലമായി ആഘോഷിക്കേണ്ടത്, ഓർക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് തന്നെ BJPയുടെ ജാതി പൊളിറ്റിക്സ് വർക്ക് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും BJP അദ്വൈത വേദാന്ത ദർശനത്തെ പൊക്കിപ്പിടിച്ച് നാരായണ ഗുരുവും അദ്വൈത വേദാന്തിയായിരുന്നു സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. മിസ്റ്റർ പ്രിന്റുവിനെ പോലുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ശങ്കരൻ്റെ അദ്വൈത വേദാന്തത്തെ അതിനിശിതമായി കളിയാക്കിയ ആളാണ്. അങ്ങേയറ്റം പരിഹാസത്തോടു കൂടി കണ്ട ആളാണ് നാരായണ ഗുരു. നാരായണ ഗുരു എന്താ പറഞ്ഞ് ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാൻ ശങ്കരൻ ബുദ്ധി കൊണ്ട് ഹിമാലയത്തോളം പറന്നു എന്നാണ്. അദ്വൈത വേദാന്തം ഉപയോഗിച്ച് ജാതിയെ ന്യായീകരിക്കാനും ചാതുർവർണ്ണയത്തെ ശാശ്വതീകരിക്കാനും അതിനെ സാധൂകരിച്ച് നിർത്താനുമുള്ള ശങ്കരൻ്റെ ശ്രമങ്ങളെ അങ്ങേയറ്റ പുച്ഛത്തോടു കൂടിയാണ് ഗുരു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ശങ്കരൻ്റെ ദർശനമാണ്, അദ്വൈത വേദാന്തമാണ് ഗുരുവിൻ്റേതും എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായൊരു നിലപാടാണ്. ആ പരിഹാസ്യതയിലേക്ക് BJPക്കാരും RSകാരും ഇന്ന് എത്തിപ്പെടുന്നത് അവർക്ക് എന്ത് വേണം? പിന്നോക്കക്കാരെ കൂടെ ചേർക്കണം. പിന്നോക്കക്കാർക്കിടയിൽ അവരുടെ ഉദ്ധാനത്തിന് വേണ്ടി, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി മഹാപ്രസ്ഥാനങ്ങൾ നയിച്ച, അതിൻ്റെ ദർശന പദ്ധതികൾ ആവിഷ്കരിച്ച അയ്യങ്കാളിയെയും നാരായണ ഗുരുവിനെയും ഒക്കെ അവർക്കെന്താ അവരുടേതാക്കി മാറ്റണം. അങ്ങനെ അവരുടേതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഗുരുവിൻ്റെ ദർശനവും അവരുടെ ബ്രാഹ്മണ്യ ദർശനവും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അതൊരിക്കലും എന്താണ് അടുപ്പിക്കാൻ പറ്റുന്നതല്ല, സംയോജിപ്പിക്കാൻ പറ്റുന്നതല്ല. അത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ന് ദേശീയ തലത്തിൽ ഹിന്ദുത്വ ശക്തികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നോക്കക്കാരെയും ദളിതുകളെയും ആദിവാസികളെയൊക്കെ കൂടെ ചേർക്കാൻ വേണ്ടി അവർ പറയുന്നത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയുണ്ടാക്കിയത് ചാതുർവർണ്ണയല്ല. പിന്നെ ആരാ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത്? ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് മുസ്ലിം ഭരണാധികാരികളാണ്. എന്താ മുസ്ലിം ഭരണാധികാരികളുടെ ഒരു പ്രശ്നം? അവർക്ക് പശുമാംസം കഴിക്കേണ്ടിയിരുന്നു. അപ്പോൾ അവർക്ക് കന്നുകാലി മാംസം കഴിക്കണമെങ്കിൽ കന്നുകാലികളെ കൊല്ലണം, തൊലിയുരിക്കണം, ചർമ്മകർമ്മ ജോലി ചെയ്യണം. അതിനുവേണ്ടി മുഗള ഭരണകാലത്ത് തടവിലുണ്ടായിരുന്ന ജയിൽ പുള്ളികളെ അവരതിനായി ഉപയോഗിച്ചു. ആ ജയിൽ പുള്ളികളെ നമ്മുടെ വിശ്വാസമനുസരിച്ച്, പശുവിനെ മാതാവും ദേവിയുമായി കാണുന്ന നമ്മുടെ വിശ്വാസം അനുസരിച്ച് എന്താണ് നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇന്ത്യയിൽ ജാതീയതയുടേതായ ഐത്തവും അസ്പൃശ്യതയൊക്കെ ഉണ്ടായത് എന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി പുസ്തകം എഴുതിയിട്ടുള്ള സുരേഷ് സോണിയെപ്പോലുള്ള ആളുകളാണ്. ഇവിടെ ഈ പ്രിന്റു മഹാദേവിൻ്റെ ഒരു വലിയ രൂപമാണ് സുരേഷ് സോണി. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. വ്യാപക കുംഭകോണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. മധ്യപ്രദേശിലെ BJP നേതാവാണ് ഈ സുരേഷ് സോണി. സുരേഷ് സോണിയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഭയ്യ ജോഷിയാണ്. അപ്പോൾ ഭയ്യ ജോഷിമാരും സുരേഷ് സോണിമാരും ഒക്കെ എന്താണ് ചാതുർവർണ്ണ്യം, വൈദിക കാലഘട്ടം ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച അങ്ങേയറ്റം നിഷ്ഠൂരമായ ജാതി വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ ഉൽപ്പാദകർ, അതുണ്ടാക്കിയത് മുസ്ലിം ഭരണാധികാരികളാണ് എന്നുവരെ പറയുകയാണ്. അപ്പോൾ ഇവരെന്ത് അബദ്ധവും പറയും. അബദ്ധപൂർണമായ ചരിത്രത്തെയും വ്യക്തികളെയും ഒക്കെ തന്നെ അപനിർമ്മിക്കുന്ന വളരെ അപകടകരമായ, അശ്ലീലകരമായ ഒരു ഫാസിസ്റ്റ് രീതിയാണ് RSSനുള്ളത്. ആ രീതിയിൽ നിന്നുകൊണ്ടാണ് RS നയിക്കുന്ന BJPക്കാർ ഇപ്പോൾ പറയുന്നത് അത് പിന്നോക്കക്കാരെ സംഘടിപ്പിക്കാനാണ്. അപ്പോൾ പിന്നോക്കക്കാരുടെ നേതാവാണ് ആര്? നാരായണ ഗുരു. നാരായണ ഗുരുവിനെ അങ്ങനെ നാരായണ ഗുരു ജാതി വ്യവസ്ഥക്കെതിരായി പൊരുതി എന്ന് പറയുമ്പോൾ എന്താണ്? സാർവലൗകികമായ മാനവികതയെക്കുറിച്ചാണ് ഗുരു സംസാരിച്ചത്. ഗുരുവിനെ അങ്ങനെ ഒരു പിന്നോക്കക്കാരുടെ, ദളിതരുടെ ദൈവമായിട്ട്, ദളിതരുടെ പ്രതിനിധിയായിട്ട് മാത്രം ചുരുക്കാൻ കഴിയുമോ? നാരായണ ഗുരു അതിനെല്ലാം അപ്പുറത്ത് മാനങ്ങളുള്ളവരാണ്. സാർവത്രികമായ മാനവികത, മാനവികതയെ ഭിന്നിപ്പിക്കുന്ന, മാനവികതക്കകത്ത് വിവേചനങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ക്രൂരമായ ഒരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥയെന്ന് തിരിച്ചറിഞ്ഞ് ആ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് അതിശക്തമായി ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സമരം നടത്തിയ ആളാണ് നാരായണ ഗുരു. നാരായണ ഗുരുവിൻ്റെ ചിന്തകളെല്ലാം, ഇവിടെ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത്, നാരായണ ഗുരുവിൻ്റെ ചിന്തകളൊക്കെ എന്താണ്? മനുഷ്യരുടെ കരുണ, സ്നേഹം, സാഹോദര്യം
ഈ മൂല്യങ്ങളെയാണ് നാരായണ ഗുരു സനാതന ധർമ്മങ്ങളായി കണ്ടത്. ഇവിടെ വളരെ മനോഹരമായി ശ്യാം കുമാർ അത് വിശദീകരിച്ചു. ഗുരുവിൻ്റെ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്തല്ല? ദളിതന് വഴി നടക്കാൻ പറ്റില്ല. ഇണ്ടംതുരുത്തിയുമായിട്ടുള്ള ഗാന്ധിയുടെ സുദീർഘമായ സംഭാഷണത്തിൽ ഇണ്ടംതുരുത്തി എന്താ സ്ഥാപിക്കാൻ ശ്രമിച്ചത്? ഹിന്ദുക്കളുടെ ധർമ്മസംഹിതകൾ ദളിതർ നീചജന്മങ്ങളായിട്ടാണ് കാണുന്നത്. അവർക്ക് വഴി നടക്കാൻ പറ്റില്ല. ഗാന്ധിയോട് ഇണ്ടംതുരുത്തി അഹന്തയോടുകൂടി ചോദിച്ചത് അങ്ങ് ശങ്കരസംഹിത വായിച്ചിട്ടുണ്ടോ എന്നാണ്. ശങ്കരസംഹിത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു തർക്കമാണ്. ആ ശങ്കരസംഹിത എന്താണ് പറയുന്നത്? ഈ ശങ്കരൻ്റെ അദ്വൈത വേദാന്തം അനുസരിച്ച് ജാതി ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കുന്ന സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് ദളിതരായ ആളുകൾക്ക്, പിന്നോക്കക്കാരായ ആളുകൾക്ക് വഴി നടക്കാൻ പോലും പറ്റില്ല. കാരണം അവർ ഈ ചാതുർവർണ്ണ്യമനുസരിച്ച് നീചജന്മങ്ങളാണ്, കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തവരാണ്. അവർ ഈ ജന്മത്തിൽ എന്താണ്? അസ്പൃശ്യത, തൊട്ടുകൂടായ്മ, തീണ്ടൽ, ഇതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ജീവിതത്തെ സംബന്ധിച്ച, മനുഷ്യരുടെ ഈ ഭൂമിയിലെ ജീവിതത്തെ സംബന്ധിച്ച വളരെ അപകടകരമായ, വളരെ പ്രതിലോമകരമായ ഒരു ദർശന പദ്ധതിയാണ് ഹിന്ദുത്വത്തിൻ്റെ സനാതനധർമ്മത്തിനുള്ളത്. ആ സനാതനധർമ്മത്തെ എല്ലാ കാലത്തും എതിർത്തു പോകുന്ന ഏറ്റവും ശക്തമായ പരിവർത്തനോന്മുഖമായ ഒരു ദർശനത്തിൻ്റെ വക്താവാണ് നാരായണ ഗുരു. നാരായണ ഗുരു ഈ സമൂഹത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? ജാതിയെ എല്ലാ അർത്ഥത്തിലും എതിർത്തു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മസിദ്ധാന്തങ്ങളെ എല്ലാ അർത്ഥത്തിലും എതിർത്തു. സമൂഹത്തെ നവോത്ഥാനപരമായി സംഘടിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം എങ്ങനെയാണ് നടത്തിയത്? വിദ്യാഭ്യാസം നൽകിയും തൊഴിൽ നൽകിയും. ആധുനിക തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, സംഘടനയിലൂടെ ശക്തിപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള മഹാദർശനങ്ങൾ മുന്നോട്ട് വെച്ച ഗുരുവിനെ എങ്ങനെയാണ് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ സംസ്കൃതിയെ പിന്തുടരുന്ന സനാതനധർമ്മികൾക്ക് തങ്ങളുടെ ആശയത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ, അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന അദ്വൈതവാദത്തിൻ്റെ തന്നെ മറ്റൊരു മുഖമാണ് നാരായണ ഗുരു എന്ന് പറയുക. നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്ത കൊണ്ട് നിരന്തരമായി എതിർത്ത് തോൽപ്പിച്ചത് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ബ്രാഹ്മണ്യത്തിൻ്റെതായ ധർമ്മസംഹിതകളെയാണ്. ആ സനാതന ധർമ്മത്തെയാണ് ഏറ്റവും ശക്തമായിട്ട് നാരായണ ഗുരു തൻ്റെ ജീവിതം കൊണ്ട് എതിർത്തത്. അതുകൊണ്ട് RSSകാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ ഇപ്പോൾ എന്താണ് വീണാൽ പിന്നെ എന്താണ് അവിടെ കിടന്ന് ഉരുളലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നോക്ക മോർച്ചക്കാരെ ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് അവരുടെ ശാക്തീകരണമാണ്. പിന്നോക്കക്കാരെ സംഘടിപ്പിക്കണ്ടേ? ഇവിടെ CPMകാർ ആദിവാസി ക്ഷേമ സമിതി ഉണ്ടാക്കിയിട്ടില്ലേ? പട്ടികജാതി ക്ഷേമ സമിതി ഉണ്ടാക്കിയിട്ടില്ലേ? അതിന് നേതൃത്വം നടക്കുന്നില്ലേ? CPMനും RSSൻ്റെ ഇക്കാര്യത്തിലുള്ള സമീപനം വളരെ വ്യത്യസ്തമാണ്. ഞങ്ങൾ സമൂഹത്തെ എന്താണ് ഒരു മത അടിസ്ഥാനത്തിൽ കാണുന്നവരല്ല. ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും മതത്തിനും ജാതിക്കുമൊക്കെ പുറത്ത് ഈ സമൂഹത്തിൽ ജീവിക്കാൻ, ഈ ഭൂമിയിൽ ഭൗതിക ഉൽപ്പാദന പ്രവർത്തനത്തിൽ അധ്വാനത്തിൽ ഏർപ്പെടുന്നവരാണ് മനുഷ്യർ. അങ്ങനെ അധ്വാനിക്കുന്നവരെന്ന നിലക്ക് എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകളെ സംഘടിപ്പിക്കാനും അവരെ വളരെ മാനവികമായ ഒരു മൂല്യബോധത്തിലേക്കും ഐക്യത്തിലേക്കൊക്കെ നയിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ ഐക്യത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന അദ്വൈതം എന്ന ശങ്കരൻ്റെ അപകടകരമായ ഒരു ദർശനം, ഈ പ്രപഞ്ചം തന്നെ മിഥ്യയാണ്, സത്യമായിട്ടുള്ളത്, യാഥാർത്ഥ്യമായിട്ടുള്ളത് ബ്രഹ്മം മാത്രമാണ് എന്ന് പറയുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു ദർശനം, ആ ദർശനത്തെ പിന്തുടരുന്നവരാണ് നിങ്ങൾ. ജനങ്ങളെ ആകെ മിഥ്യാവബോധത്തിലേക്ക് നയിച്ച് ഈ ഭൗതിക ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിഭവങ്ങളുടെയും സമ്പത്തിൻ്റെയും മുകളിലുള്ള അധികാരത്തെ ഒരു കാലത്തും തിരിച്ചു പിടിക്കാൻ അവരെ അനുവദിക്കാത്ത, അവരെ അടിമകളാക്കി മിഥ്യാബോധത്തിലേക്ക് തങ്ങളുടെ ബ്രഹ്മസിദ്ധാന്തങ്ങൾ വഴി തള്ളിവിടുന്നവരാണ് നിങ്ങൾ. അതിനുവേണ്ടിയാണ് നിങ്ങൾ നാരായണ ഗുരുവിനെയും ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തം തന്നെയാണ് നാരായണ ഗുരുവും പറയുന്നത്. ഇതൊക്കെ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കേൾക്കുന്ന ജനങ്ങൾക്കും അവരുടെ അനുഭവങ്ങളിലൂടെയും അവർ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൂടെയും ആരാണ് ഗുരു, ആരാണ് ശങ്കരൻ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമേ ഈ ചർച്ചയിൽ പറയാനുള്ളൂ. ശരി, ഞാൻ മടങ്ങി വരാം. പ്രിൻറ്റു മഹാദേവ, ആത്മം അപരത്വത്തോട് ഉന്മുഖമായിരിക്കണം എന്ന് പറഞ്ഞ ഗുരുവിനെ എങ്ങനെയാണ് പ്രിൻറ്റു മുൻപ് വിശദീകരിച്ച നിലയിൽ BJPക്ക് സമീപിക്കാനാകുക? അല്ല, തീർച്ചയായും ഇപ്പോ ഡോക്ടർ CS ശ്യാംകുമാർ ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകളും അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും അദ്ദേഹം ഈ ഡിബേറ്റിലൊക്കെ പറയുന്നത്, വേദങ്ങളോ ശാസ്ത്രങ്ങളോ കൃത്യമായി പഠിക്കാതെ ഈ വേദങ്ങളെ എങ്ങനെ വേണമെങ്കിൽ ആർക്കും വ്യാഖ്യാനിക്കാം. വേദങ്ങളോ ശാസ്ത്രങ്ങളോ കൃത്യമായി പഠിക്കാതെ അദ്ദേഹം പറയുന്നത് അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വായിച്ചത് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ശങ്കരാചാര്യരെക്കാൾ കൂടുതൽ ശങ്കരാചാര്യ വിമർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ശങ്കരാചാര്യരെ കിട്ടുന്ന കൂട്ടങ്ങൾ, ശങ്കരാചാര്യരുടെ ഗണേശ പഞ്ചരത്നമുണ്ട്,
ഗണേശ വഞ്ചനത്തിനേക്കാൾ ബഹുകേമമായിട്ടാണ് ഗുരുദേവൻ വിനയായ പുസ്തകം എഴുതിയിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള സനാതന ധർമ്മത്തെ പരിപോഷിക്കുന്ന നിലപാടുകളാണ് ആർക്കുണ്ടായിട്ടുള്ളത്, ഗുരുദേവനുണ്ടായിട്ടുള്ളത്. ഇത് KT കുഞ്ഞിക്കണ്ണന്റെ ഒക്കെ താത്വിക ആചാരനായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിന് ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം? ഇപ്പോഴല്ലേ ഈ CPM ഇപ്പോഴേ നിലപാടുകൾ മാറ്റാൻ തുടങ്ങിയത്. അദ്ദേഹത്തെ ഭൂഷ സന്യാസിയായിട്ടാണ് EMS എല്ലായിടത്തും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഗുരുദേവൻ എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭൂഷ രീതിയിൽ നവീകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളാണെന്നാണ്. അത് ശ്രീനാരായണൻ എന്ന് പറയുന്നത് ഗുരു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ BJP-ക്കാരെ പഠിപ്പിക്കാൻ സനാതനധർമ്മത്തെയോ മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ ഇവിടെ ശ്യാംകുമാർ പറഞ്ഞല്ലോ, BJP എങ്ങനെയാണ് കാണുന്നത് പ്രിന്റു? ഈ കാലത്ത് എങ്ങനെയാണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടാണ്. അല്ല, ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ചാതുർവർണ്ണത്തെ എവിടെയാണ് BJP-ക്കാർ വലിയ രീതിയിൽ വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്? തള്ളി പറയുന്നല്ലോ, എന്താ സംശയം? നിങ്ങൾ പറഞ്ഞില്ല ചാതുർവർണ്ണയത്തെ തള്ളി പറയുന്നുണ്ടെന്നാണോ ഇല്ലെന്നാണോ പറഞ്ഞത്? വ്യക്തമായില്ല. ചാതുർവർണ്ണയത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ശൂദ്രനെന്നോ ആ കൺസെപ്റ്റിലല്ല ചാതുർവർണ്ണയത്തെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കൃഷ്ണൻ അങ്ങനെ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അംഗീകരിക്കുന്നുണ്ട് ചാതുർവർണ്ണയത്തെ എന്നുള്ളതാണല്ലോ അർത്ഥം. വർണ്ണധർമ്മമേ തെറ്റെന്ന് പറഞ്ഞ ആളാണ് ഗുരു. അല്ല പ്രിന്റു, അപ്പോൾ ചാതുർവർണ്ണയത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ പ്രിന്റു പറയുന്നത്. വർണ്ണധർമ്മമേ തെറ്റെന്ന് പറഞ്ഞ ആളാണ് ഗുരു. അപ്പോൾ ആ ഗുരു എങ്ങനെയാണ് നിങ്ങളുടെ ഐക്യനാകുന്നത്? അല്ല, നിങ്ങൾ പറയുന്നത് അസിത, ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് വ്യക്തികളുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ അസിത ഏത് ജാതിയാണെന്ന് എനിക്കറിയില്ല. അസിത ചെയ്യുന്ന പ്രവർത്തനം എന്താ? ലെക്ചറിംഗ് ആണ്. കൃഷ്ണന്റെ കൺസെപ്റ്റ് ലെക്ചർ അനുസരിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജാതി ബ്രാഹ്മണിക്കലാണ്. അതാണ് കൃഷ്ണന്റെ കൺസെപ്റ്റ്. അത് വ്യക്തിയുടെ ഗുണവിശേഷങ്ങൾക്കനുസരിച്ചിട്ടാണ്, അല്ലാതെ ഇന്ന ജാതിയിൽ ജനിച്ചതൊന്നുണ്ടോ ഇന്ന യോനിയിൽ ജനിച്ചത് കൊണ്ടോ ഒന്നുള്ളതല്ല. രാമായണ വാക്യത്തെ എങ്ങനെയാണ് കാണുന്നത്? എവിടെയും വിശദീകരിച്ചല്ലോ. അപ്പോൾ ആ പ്രിന്റു സ്വധർമ്മമേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന ഉത്തരരാമായണ വാചകത്തെ എങ്ങനെയാണ് കാണുന്നത്? ഗുരു ഏറ്റവും എതിർത്ത വാചകം അതാണ്. നിങ്ങൾ നോക്കൂ, അല്ല, കൃഷ്ണൻ പറഞ്ഞ അതേ കാര്യം തന്നെ ജാതി ലക്ഷണത്തിലും ജാതി നിർണയത്തിലും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജാതിയുടെ ഗുണവിശേഷങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള ഓരോ വ്യക്തിയുടെയും ഗുണങ്ങളെയാണ് കർണശ്രേഷ്ഠങ്ങളായിട്ടുള്ള 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇന്ന കുലത്തിൽ ജനിച്ചത് കൊണ്ടോ ഇന്നതായതുകൊണ്ടോ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിനകത്ത് അസിത 2 കാര്യങ്ങളാണ്. ഈ നമ്മുടെ ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ശ്രുതികളുമുണ്ട് സ്മൃതികളുമുണ്ട്. ശ്രുതികൾ എന്ന് പറയുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സ്മൃതികൾ എന്ന് പറയുന്നത് നിലനിൽക്കില്ല. അത് ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യത്തിൽ അനുസൃതമായിട്ടുള്ള ഈ സ്മൃതി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഗുരു ആദ്യം എതിർക്കുന്നത് ഇത്തരം ചില കാര്യങ്ങളെയാണ്. ഈ പറയുന്ന ഉത്തരരാമായണത്തിൽ പറയുന്ന സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ, അതിന്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കാമോ പ്രിന്റുവിന്? എന്നിട്ട് ആ അർത്ഥത്തെ ഉത്തരരാമായണത്തെ തള്ളി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശരി, പ്രിന്റ് പറയുന്നത് പോലെ ഗുരുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. മനസ്സിലാക്കേണ്ടത് അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ശ്രേഷ്ഠ സന്യാസി വര്യനാണ്. ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഉയർന്ന കൺസെപ്റ്റ് അണ്ടാണ്ടം ബ്രഹ്മാണ്ടം പിണ്ടാണ്ടം എന്ന് പറയുന്ന വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ്. ആ ചിന്തയിലേക്ക് സർവ്വസാധാരണ ജനങ്ങൾ എത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ നോക്കുക, അദ്ദേഹം SNDP യോഗം സ്ഥാപിച്ചത് അങ്ങനെയാണെങ്കിൽ എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് യോജിപ്പിക്കാനുള്ള SNDP യോഗം അദ്ദേഹം സംഘടിപ്പിച്ചത്. SNDP യോഗം ആർക്ക് വേണ്ടിയിട്ടാണ്? ഈഴവ വിഭാഗം വേണ്ടി മാത്രമാണ് SNDP സ്ഥാപിച്ചത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഗുരു പരമ്പരയിൽ തന്നെ ജനറൽ സെക്രട്ടറി ആകാൻ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് സാധിക്കൂ എന്ന് എഴുതി ചേർത്തത് ഗുരുദേവനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈഴവ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ശാക്തീകരണം തന്നെയാണ് ഗുരുദേവൻ ലക്ഷ്യമിട്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു സന്യാസിയാണ്. സന്യാസി എന്ന രീതിയിൽ അദ്ദേഹം അണ്ടാണ്ടത്തെക്കുറിച്ചും ബ്രഹ്മാണ്ടത്തെക്കുറിച്ചും പിണ്ടാണ്ടത്തെക്കുറിച്ചും ഉയർന്ന തലേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകാം. ആ ചിന്തയാണ് സനാതനധർമ്മം. അതാണ് സനാതനധർമ്മം. സനാതനധർമ്മം ആയതുകൊണ്ടാണ് ഇവിടെ സെമിറ്റിക് മതങ്ങളുടെ അധിവേശം ഇവിടെ ഉണ്ടാവാനുള്ള കാരണം. സെമിറ്റിക് മതങ്ങളെ സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? സനാതനധർമ്മമാണ്. നിങ്ങൾ മനുസ്മൃതി പോലെയുള്ള ഒരു കാലത്ത് സ്മൃതികൾ എന്ന് പറയാൻ നമുക്കറിയാം, അത് ഇല്ലാതാവേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതാണ് സനാതനധർമ്മം
എന്ന് പറയുന്നതാണ് അപരിചിതമായ കാരണം. അപ്പോൾ ശ്യാംകുമാറിനെ നിങ്ങൾ പോലെയുള്ള ആളുകൾ അതാണ് എന്താണ് പറയുന്നത്. നിങ്ങൾ നിങ്ങൾ പറയുന്നു, കാണുന്ന ഞാൻ രാമനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. രാമന്റെ ജാതി ഏതാ? രാമന്റെ ജാതി ഏതാണ്? രാമൻ ബ്രാഹ്മണനാണോ? അല്ല, സനാതന ധർമ്മം എഴുതി സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ധർമാധിഷ്ഠിതമായിട്ടുള്ള കാലത്തിനനുസൃതമായി മുന്നോട്ട് പോകപ്പെടുന്ന കാര്യമാണ് സനാതന ധർമ്മം. അതിനപ്പുറത്തേക്ക് അതൊരു സെമറ്റിക് മതത്തിന്റെ ലക്ഷണയുക്തം പോലെയുള്ള ഒരു സാധനമല്ല, ഒരു മതമല്ല, അതൊരു ബുക്കിലെ ഒരു ടെക്സ്റ്റ് ഓറിയന്റഡ് അല്ല. ഈ സനാതന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് സനാതന ധർമ്മം എന്നൊരു പ്രയോഗം തന്നെ അർത്ഥശൂന്യമല്ലേ? അല്ല, എല്ലാത്തിനും ഉൾക്കൊള്ളാൻ സനാതന ധർമ്മത്തിന് സാധിക്കുള്ളൂ. അത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സനാതന ധർമ്മം. അപ്പൊ സ്വാഭാവികമായിട്ട് എങ്ങനെ അപ്പോൾ അത് പറഞ്ഞ നാരായണ ഗുരുവാണോ അപ്പോൾ SNDP-ക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചത്? അല്ല, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിപ്പോ ഈ സമൂഹത്തിൽ എല്ലാവരും സന്യാസിമാരാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്താം. അങ്ങനെയല്ലല്ലോ. സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അവിടെ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് SNDP പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചാലാണ് ഗുരുദേവൻ. അതുകൊണ്ടാണ് ഗുരുവിന്റെ ആശയങ്ങൾ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ഗുരുദേവൻ സനാതന ധർമ്മത്തിന് വക്താവാണെന്ന് ഞങ്ങൾ പറയുന്നത് പറഞ്ഞ പോലെ ഈ അഭിപ്രായം ഉണ്ടായില്ല. ഒരു സംശയം കൂടി പ്രിന്റു, ഗുണകർമ്മങ്ങളാണോ ജന്മകർമ്മങ്ങളാണോ ഈ പറയുന്ന വർണ്ണത്തിന് ആധാരം? ജന്മകർമ്മങ്ങളല്ല, ഗുണകർമ്മങ്ങളാണ്. ഇപ്പൊ നിങ്ങളൊരു നീച പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗുണമാണ്. നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങളുടെ ഗുണമാണ്. ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിയുടെ ക്വാളിറ്റി. ഞാൻ മടങ്ങി വരാം. ശ്രീ ശ്യാംകുമാർ, അപ്പോൾ ഉത്തരരാമായണത്തേക്ക് തള്ളിപ്പറയാൻ കഴിയുന്ന നിലയിലേക്ക് BJP എത്തിയിട്ടുണ്ട്. അവർക്കിപ്പോൾ ഗുണകർമ്മങ്ങൾ തന്നെയാണ് ധർമ്മത്തിന് ആധാരം എന്ന് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് തിരുത്തിക്കോട്ടെ. നമ്മൾ ഈ പരധർമ്മോ ഭയാവഹ എന്നുള്ളത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്, ഉത്തരരാമായണത്തിലും അല്ല. ഇനി വിഷയത്തിലേക്ക് വന്നാൽ ഗീതയിൽ പറയുന്ന കാര്യം തന്നെയാണ് നാരായണ ഗുരു പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഗുരുവിനെ അപമാനിക്കലാണ് കേട്ടോ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഗീതയിൽ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്നാണ് പറയുന്നത്. ജാതി ലക്ഷണത്തിലും ജാതി നിർണയത്തിലും നാരായണ ഗുരു ചെയ്യുന്ന പരിപാടി എന്താണ്? ചാതുർവർണ്ണ്യത്തിനായിരിക്കുകയാണോ ചെയ്യുന്നത്? തന്നെയല്ല, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ജാതി നിർണയിക്കുക, വർണ്ണം നിശ്ചയിക്കുക എന്നാണല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഗുരുസ്വാമികൾ വളരെ കൃത്യമായി പറഞ്ഞു, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം? ഗുരു പറഞ്ഞു, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം? ഇനി ഇവര് പറയട്ടെ, ഗുണകർമ്മങ്ങളെ സമ്പൂർണമായി തിരസ്കരിച്ച ഒരാളാണ് നാരായണ ഗുരു. ചാതുർവർണ്ണ്യം കവിഭാവനയാണെന്ന് CP പണിക്കരുമായിട്ടുള്ള സംഭാഷണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ആളാണ് നാരായണ ഗുരു. ഊണോല് വിട്ടുകൊണ്ട് ഒരാൾ ഗുരുവിന്റെ മുമ്പിൽ വന്നപ്പോ ഗുരു പറഞ്ഞു, ഇതെന്തിനു കൊള്ളാം, താക്കോലിടാൻ കൊള്ളാം എന്ന് പറഞ്ഞ ആളാണ് ഗുരു. അപ്പൊ ഇവരുടെ ഈ കർമ്മബ്രാഹ്മണ്യവാദത്തെയും ലെക്ചർ ചെയ്യുന്ന ആള് ബ്രാഹ്മണരും പട്ടാളത്തെയും ജോലി ചെയ്യുന്ന ആള് ശൂദ്രനും എന്നൊക്കെ പറയുന്ന ഈ RSS സംഘപരിവാരത്തിന്റെ ഈ ഒരു രീതി ഉണ്ടല്ലോ, ഗുണകർമ്മങ്ങൾ, ആ ഗുണകർമ്മ ഭാഗത്തെ ഒരു കാലത്ത് നാരായണ ഗുരു അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ആളാണ് നാരായണ ഗുരുസ്വാമികൾ. അതുകൊണ്ട് ഭഗവത്ഗീതയെയും ഗുരുവിന്റെ ജാതി നിർണയത്തെയും ജാതി ലക്ഷണത്തെയും ഒരു തരത്തിലും താരതമ്യത്തിന് പോലും അർഹമല്ല. കാരണം ഒരു ഭഗവത്ഗീത അടിസ്ഥാനപരമായി ചാതുർവർണ്ണത്തെയും ജാതിവർണ്ണത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നാരായണ ഗുരുസ്വാമികളുടെ ജാതി ലക്ഷണവും ജാതി നിർണയവും സമ്പൂർണമായി ചാതുർവർണ്ണത്തെയും ജാതിവർണ്ണത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് ഒന്നാകുന്നത്? ഇത് രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഗീതയുടെ രാഷ്ട്രീയവും നാരായണ ഗുരുവിന്റെ രാഷ്ട്രീയവും രണ്ടാണ്. തന്നെയല്ല, ഗുരുസ്വാമികൾ പറഞ്ഞല്ലോ, നടരാജഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ വ്യക്തമായി പറഞ്ഞു, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഗീത ഉപദേശിച്ച കൃഷ്ണൻ ദുഃഖിച്ചിരിക്കാമെന്ന് എന്തുകൊണ്ടാണ് നാരായണ ഗുരു നടരാജഗുരുവിനോട് പറഞ്ഞത്? കാരണം ഗീത അടിസ്ഥാനപരം മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം ഹിംസയുടെ പ്രത്യയശാസ്ത്രമാണ്. ഗുരു എഴുതിയല്ലോ, കൊല്ലുന്നവനില്ല എല്ലാവിധ നന്മയും വാർന്നിടിലും എന്ന് വളരെ കൃത്യമായിട്ട് ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം പ്രസ്താവനകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗീതയുടെയും ഗുരുവിന്റെയും രാഷ്ട്രീയം ഒന്നാണെന്ന് പറയുന്നത്. ഇതൊക്കെ രണ്ടും
രണ്ട് കാര്യങ്ങളാണ്. തന്നെയല്ല ഇവിടെ സ്മൃതിയെയും പറ്റി പറഞ്ഞ സ്മൃതിയൊക്കെ ഇപ്പൊ ഇവിടെ തള്ളിക്കളയുകയാണ്. VD സവർക്കർ എഴുതിയ ടെസ്റ്റ് ഉണ്ട്, വുമൺ ഇൻ മനുസ്മൃതി. ഇന്ത്യയിൽ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥം മനുസ്മൃതിയാണെന്നാണ് VD സവർക്കർ എഴുതിയത്. MS ഗോൾവാൾക്കർ ബെഞ്ച് ഓഫ് തോട്ട്സിൽ പറയുന്നത് ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനത്തില് ലോകം സൃഷ്ടിച്ച വിരാട് പുരുഷനാണ് ദൈവം എന്നാണ് MS ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സിൽ എഴുതിയിരിക്കുന്നത്. ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ച വിരാട് പുരുഷനാണ് ദൈവം എന്നാണ് ഗോൾവാൾക്കർ പറഞ്ഞത്. മനുസ്മൃതിയാണ് ഏറ്റവും ഇഷ്ടമായ ഗ്രന്ഥം എന്ന് പറഞ്ഞത് ഇവിടുത്തെ പുരോഗമനകാരികളാരുമല്ല പറഞ്ഞത്, VD സവർക്കറാ. സവർക്കറാണ് പറഞ്ഞത്. വുമൺ ഇൻ മനുസ്മൃതി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടും സ്മൃതിയല്ല എന്ന് തെല്ലിക്കളഞ്ഞു. ഇനി ശ്രുതിയിലേക്ക് വന്ന ഞാൻ ശ്രുതിയിലേക്ക് കൂടെ വന്നിട്ട് ഞാൻ സംഭാഷണം ശ്രുതിയായ ഋഗ്വേദത്തിലാണല്ലോ ശ്രുതി, ഋഗ്വേദത്തെയാണല്ലോ ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതിയായ ഋഗ്വേദത്തിൽ എന്താണ് പറയുന്നത്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഒരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്ര അജായത എന്ന് ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിലാണ് പറയുന്നത്. ഭാഗവത പുരാണത്തിൽ പറയും വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നുണ്ടായ ബ്രാഹ്മണൻ ശൂദ്രൻ അധമനുമാണ് എന്നാണ് ഈ ഭാഗവത പുരാണമൊക്കെ കേരളത്തിൽ മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് തള്ളിക്കളയണമെങ്കിൽ ഇതൊക്കെ എല്ലാം തള്ളിക്കളയേണ്ടി വരും. തള്ളിക്കളഞ്ഞ് പിന്നെ ഒന്നും അവശേഷിക്കത്തില്ല. പിന്നെ അവർക്ക് പുസ്തകത്തിന്റെ നൂല് മാത്രമേ അവരുടെ കൈ കാണത്തുള്ളൂ. ഒരു പുസ്തകത്തിന്റെ താളുകളും ഹിന്ദുത്വവാദികളുടെ കൈ കാണില്ല. KT, ചുരുങ്ങിയ വാക്കുകളിൽ സമയപരിമിതിയുണ്ട്. പ്രിൻറ്റു സംസാരിക്കുന്നതിന്റെ ഇടയിൽ CPIM ഗുരുവിനോട് സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് കൂടി പറഞ്ഞിരുന്നു. പൊളിറ്റിക്കൽ ആരോപണമാണ് മറുപടി. അല്ല, പ്രിൻറ്റുവിന് ചരിത്രമൊന്നും അറിയാത്ത ആളാണ്. അതുകൊണ്ട് പ്രിൻറ്റു വെറുതെ വാചകടിക്കുകയാണ്. സഖാവ് EMS നാരായണ ഗുരുവിനെയും കുമാരനാശാനെയും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ നടന്ന ഭൂഷാ പരിഷ്കരണത്തിൻ്റെ ഭാഗമാണ്. ഭൂഷാ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട കാര്യമല്ല. പുരോഗമനവും വിപ്ലവകരവുമായ രീതിയിൽ ഫ്യൂഡൽ ജാതി മൂല്യങ്ങളെ തകർത്ത ഒരു ചരിത്ര കാലഘട്ടത്തെയും അതിൻ്റെ പ്രതിധാനങ്ങളായി ഉയർന്നു വന്ന നവോത്ഥാന നായകരെയും സൂചിപ്പിക്കാനാണ് ഭൂഷാ പരിഷ്കരണം എന്ന വാക്കുകൊണ്ട് നാരായണ ഗുരു ഉദ്ദേശിച്ചത്. അതായത് ഫ്യൂഡൽ മൂല്യങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തെ ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് നയിച്ചത് ചരിത്രത്തിൽ ബൂർഷാസിയാണ്. അപ്പോൾ സാമൂഹ്യ വികാസത്തെ അതിനെ നിർണയിച്ച വർഗശക്തികളെയൊക്കെ സംബന്ധിച്ച പരമ അജ്ഞതയിൽ നിന്നുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ മനോരമയും മാതൃഭൂമിയോ അവരുടെ ഭാവന മുദ്രയിൽ എഴുതി പിടിപ്പിച്ചത് പഠിച്ചു വന്നിട്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുത്. ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഏറ്റവും പ്രാഥമികമായിട്ട് എന്താ ഭൂഷാ പരിഷ്കരണം, എന്താണ് ഭൂഷാ നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇറ്റലിയിലും യൂറോപ്പിലും ഉയർന്നു വന്ന 15-ാം നൂറ്റാണ്ടുകളോട് ശക്തി പ്രാപിച്ച നവോത്ഥാനത്തെ ഭൂഷാ നവോത്ഥാനം എന്നാണ് ചരിത്രകാരന്മാർ വിളിച്ചിട്ടുള്ളത്. ഹഡ്സൻ്റെയൊക്കെ ഹിസ്റ്ററി ഓഫ് റിനൈൻസസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഭൂഷാ നവോത്ഥാനം, ആ നവോത്ഥാനത്തിൻ്റെ ഭാഗമായ ഭൂഷാ കലകൾ, ഭൂഷാ സാഹിത്യം, ഇത് എന്താണ് ഒരു ആക്ഷേപവാക്കല്ല. അങ്ങനെ ഒരു ആക്ഷേപവാക്കായി മനസ്സിലാക്കുന്ന എന്താണ് ഈ ചരിത്രത്തെ, അതിൻ്റെ സാമൂഹിക വികാസ പ്രക്രിയയെ, അതിനെ നിർണയിച്ച വർഗശക്തികളെക്കുറിച്ചൊക്കെയുള്ള അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ പ്രിൻറ്റു EMSനെതിരായിട്ടൊക്കെ ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ EMS ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലാണ് അങ്ങനെ എഴുതിയതെന്നൊക്കെ ഇദ്ദേഹം വെറുതെ വാചകടിക്കുകയാണ്. അപ്പോൾ EMSൻ്റെ ടെസ്റ്റുകൾ, പുസ്തകങ്ങൾ പോലും മര്യാദക്ക് റെഫർ ചെയ്യാതെ ഇത്തരം ചർച്ചകളിൽ വെറുതെ ആരോടും ഉന്നയിക്കരുത്. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ, ഈ മനോരമയും മാതൃഭൂമിയും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതൊക്കെ ഇവിടെ എന്താണ് ഇങ്ങനെ ഈ ഉറക്കത്ത് പഴന്തുണി ചവക്കുന്നത് പോലെ ചവച്ച് തുപ്പിയ കാര്യങ്ങളാണ്. അത് വലിയ വിജ്ഞാനമാക്കിയിട്ട് വലിയ ആർഗ്യുമെൻ്റായിട്ട് ഇത്തരം ചർച്ചകൾ ഉന്നയിക്കുന്നത് വളരെ പരിഹാസ്യമായ കാര്യമാണെന്നേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാരായണ ഗുരുവിനെ പോലുള്ള നമ്മുടെ നവോത്ഥാനത്തെ ജ്വലിപ്പിച്ച ഒരു പ്രതീകത്തെ, അദ്ദേഹത്തിൻ്റെ ദർശനത്തെ RSSന് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. തങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ഒന്നിനെ, തങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാനാവാത്ത ഒന്നിനെ തങ്ങളുടേതാക്കി സ്വപക്ഷമാക്കി മാറ്റുകയും അതേ അവസരത്തിൽ അതിൻ്റെ ദർശനപരമായ അതിൻ്റെ ആത്മസത്തയെ മുഴുവൻ നിഷേധിക്കുകയും ചെയ്യുക എന്ന ഒരു തന്ത്രമാണ്, കൗശലമാണ് RSSനും BJPക്കും ഉള്ളത് എന്നാണ് നമുക്ക് അവരുടെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ക്ലിയർ. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുന്നു. ഡോക്ടർ ശ്യാംകുമാർ, ഒപ്പം തന്നെ പ്രിൻറ്റു മഹാദേവ്, KT കുഞ്ഞിക്കണ്ണൻ, വളരെ നന്ദി ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.